പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഒരു രാത്രി വീണ്ടും കർത്താവ് നമുക്ക് നൽകി തന്നു. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കാൽവരിനാഥ മിനിസ്ട്രിയുടെ പാടി സ്തുതിക്കാം എന്ന ഈ സാക്ഷി പ്രോഗ്രാമിലേക്ക് ദൈവവചന കേൾവിക്കായി അനുഗ്രഹീതമായ ഗാനങ്ങൾ കേട്ട് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം നമ്മെ വീണ്ടും കൂട്ടിവരുത്തിയത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കടന്നു വരുന്ന ഓരോ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ എല്ലാവരെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് ഒരു ആത്മീയ ശുശ്രൂഷയാകിയാൽ പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനും നിത്യനുമായ ഞങ്ങളെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പല സ്ഥലങ്ങളിലും കാലാവസ്ഥ പ്രതികൂലമാണ് എങ്കിൽ പോലും ഇത്രത്തോളം കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്ന അനുഗ്രഹീതമായ സമയത്തിനായിട്ട് സ്തോത്രം. അല്പസമയം കർത്താവിന്റെ സന്നിധിയിലിരുന്ന് അനുഗ്രഹീതമായ ഗാനങ്ങളും അതിന്റെ അർത്ഥത്തോട് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും അതിനോട് ചേർന്ന് ദൈവവചന ശുശ്രൂഷയും സാക്ഷ്യങ്ങളും അതും ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ കർത്താവെ ഞങ്ങളെ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസന്മാരെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവരുടെ നാവിനെ, അവരുടെ കരങ്ങളെ ദൈവം ശക്തമായി എടുത്ത് ഉപയോഗിക്കണം. യാതൊരു തടസ്സങ്ങളും ഉണ്ടാകുവാൻ ഇടയാകരുത്. ഇലക്ട്രിസിറ്റിയെയും ഇന്റർനെറ്റിനെയും കാലാവസ്ഥയും ശബ്ദത്തെയും വെളിച്ചത്തെയും എല്ലാം കർത്താവെ അവിടുന്ന് നിയന്ത്രിക്കണം. യാതൊരു തടസ്സങ്ങളും ഉണ്ടാകാതെ ഇന്നത്തെ ശുശ്രൂഷയിലൂടെ ദൈവനാമം മഹത്വപ്പെടുവാൻ, മാനുഷികമായ സ്വരങ്ങളും ശബ്ദങ്ങളും കേൾക്കുവാൻ ഇടയാകാതെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആ ശബ്ദം കേട്ട് ഞങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകണം. പ്രാർത്ഥനയോടെ ആരംഭിക്കട്ടെ. ആത്മാവിന്റെ നിറവിൽ എല്ലാ ദൈവകൃപയെ അനുഭവിച്ചുകൊണ്ട് ഞങ്ങൾ ഇരിക്കട്ടെ. കൃപയാൽ നിറയ്ക്കണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഒരു സമയം കർത്താവ് നമുക്ക് നൽകി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നാം കാണുകയും കേൾക്കുകയും ചെയ്തതുപോലെ ഇന്നും കർത്താവിന്റെ കൃപയാൽ കർത്താവിന്റെ ദാസന്മാർ നമ്മുടെ മധ്യത്തിലുണ്ട്. ഏറിയ നാളുകൾക്ക് മുമ്പ് മുതൽ കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് പ്രമോദ് തോമസ് കോട്ടയം അവറുകളോട് ഈ മീറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കുകയും അതിനെക്കുറിച്ച് പറയുകയും ചെയ്തു. വളരെ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. കർത്താവ് ഇന്ന് അതിനൊരവസരം നമുക്ക് നൽകി തന്നിരിക്കുന്നു. കർത്താവിന്റെ ദാസനെ ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ജീവിത അനുഭവങ്ങളിലൂടെ നാം കേട്ടതുപോലെ ക്രിസ്തീയ സംതൃപ്തിയുടെ രഹസ്യം എന്ന വിഷയത്തെ ആസ്പദമാക്കി കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രി ദൈവാത്മാവിന്റെ നിറവിൽ നമ്മളോട് സംസാരിക്കും. കർത്താവിന്റെ ദാസനെ ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിക്കേണ്ടതിന് നാം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിന്റെ ദാസനെ എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് ഹാർദവുമായി ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് ഗാനങ്ങൾ ആലപിക്കുന്നത് കർത്താവിന്റെ ദാസൻ ബ്രദർ ജെയിംസ് കൊടുന്തറ അവറുകളാണ്. പ്രിയ ജെയിംസ് കൊടുന്തറ അവറുകളെയും പ്രിയ ബിന്നി മാത്യു സഹോദരനെയും പ്രിയ രണ്ടു പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെയും അനുഗ്രഹീതമായ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയും ദൈവനാമത്തിൽ ഈ ശുശ്രൂഷയിൽ ഭാഗവാക്കാകുവാൻ ക്ഷണിക്കുകയും ചെയ്യുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അനുഗ്രഹീതമായ രണ്ട് ഗാനങ്ങൾ കേട്ട് നമുക്ക് മടങ്ങി വരാം. അതിനായിട്ട് കർത്താവിന്റെ ദാസന്മാരെ അതിനായിട്ട് ക്ഷണിക്കുന്നു. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാൽവറിനാഥ മിനിസ്ട്രിയുടെ പാടി സ്തുതിക്കാം എന്ന ഈ പ്ലാറ്റ്ഫോമിൽ എനിക്കും ഇപ്രകാരം ഈ കുടുംബത്തോടുകൂടി ചേർന്ന് ഒരു ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് സഹായിച്ചോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പകൽക്കാലം കർത്താവ് നമ്മളെ കാത്ത് പരിപാലിച്ചു. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളൊക്കെയും സുരക്ഷിതരായിരുന്നു. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നന്ദി കർത്താവേ, നന്ദി. അതല്ലാതെ നമുക്കൊന്നും പറയുവാനായിട്ടില്ല. ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ ഈ ടൈറ്റിൽ ഞാൻ കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വന്ന രണ്ട് ഗാനങ്ങളാണ് പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രിയ പ്രമോദ് തോമസ് അവർകളെ ഞങ്ങൾ ഒരുമിച്ച് പല സ്ഥലങ്ങളിൽ പല വേദികളിൽ ഞങ്ങൾ ഒന്നിച്ച് ആയിട്ടുണ്ടെന്നാൽ വ്യക്തിപരമായിട്ട് അധികമായിട്ടൊന്ന് പരിചയപ്പെടുവാനോ ഒരു സ്നേഹബന്ധം പുലർത്തുവാനോ ഇതുവരെയായിട്ട് സാധിച്ചിട്ടില്ല. അപ്രകാരം ഒരു പരിചയം മാത്രമേ ഞങ്ങൾക്ക് തമ്മിലുള്ളൂ. എന്നാൽ ഇന്നത്തെ എൻ്റെ സന്തോഷം ആ സഹോദരനോട് ഒരുമിച്ച്, ആ ദൈവദാസനോട് ഒരുമിച്ച് ഒരു വേദിയിലായിരിക്കാൻ, ശുശ്രൂഷകളിലായിരിക്കാൻ കർത്താവ് ഒരു അവസരത്തെ നൽകി തന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് എന്നെ ഇതിലേക്ക് ക്ഷണിച്ച പ്രിയ സന്തോഷ് ബ്രദറെ, അതുപോലെ തന്നെ പ്രിയ റോയിച്ചാനെ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരുള്ള നന്ദിയെ ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. ഈ ടൈറ്റിൽ ഇന്നിവിടെ കൊടുത്തിരിക്കുന്ന ക്രിസ്തീയ സംതൃപ്തിയുടെ രഹസ്യം. ഒരു ദൈവ പൈതലിന് തൻ്റെ ആത്മീയ ജീവിതത്തിലുള്ള സംതൃപ്തി എന്ന് പറയുന്നത് ആ കർത്താവിൽ അധികമായി ആശ്രയിക്കുക, ആ കർത്താവിൻ്റെ കൃപയിൽ ജീവിക്കുക, ആ സന്തോഷത്തോടെ സമാധാനത്തോടുകൂടി ആ കർത്താവിനെ
പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുക. ഈ ഗാനം എഴുതിയ ദൈവഭക്തൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: കർത്താവേ, അങ്ങ് ചെയ്ത നന്മകൾ എൻ്റെ ജീവിതത്തിൽ ഓർക്കുമ്പോൾ നന്ദി അല്ലാതെ എനിക്കൊന്നും പാടുവാനില്ല. എനിക്ക് സ്തോത്രം മാത്രമേ കർത്താവെ അങ്ങേക്ക് അർപ്പിക്കാനുള്ളൂ. അങ്ങയുടെ സ്നേഹം ഞാൻ തള്ളി നീക്കിയ നാളുകളിൽ ഞാൻ അതിൻ്റെ മാധുര്യം അറിഞ്ഞിരുന്നില്ല. അന്നൊക്കെയും ഞാൻ ഒരു അന്യനായിട്ട്, അനാഥനായിട്ട് ഞാൻ ജീവിച്ചു. എന്നാൽ അങ്ങയെ അറിഞ്ഞ കാലം മുതൽ ഞാൻ എത്രയോ ധന്യവാനാണ്. അങ്ങയുടെ ദാനങ്ങൾ, അങ്ങയുടെ നന്മകൾ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തെ ഞാൻ രുചിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നു. കർത്താവേ, എൻ്റെ ദൈവമേ, അങ്ങ് മാത്രം എനിക്ക് മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, നന്ദി കൊണ്ടെൻ മനം പാടിയിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നന്ദി കൊണ്ടെൻ മനം പാടിയിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ദൈവമേ, നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. ദൈവമേ, നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. അന്നു ഞാൻ അന്യനായി അനാഥനായി, എന്നാൽ ഇന്നോ ഞാൻ ധന്യനായി. അന്നു ഞാൻ അന്യനായി അനാഥനായി, എന്നാൽ ഇന്നോ ഞാൻ ധന്യനായി.
യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ഒരു ക്രിസ്തുഭക്തൻ തൻ്റെ ക്രിസ്തീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, ആ കർത്താവുമായിട്ടുള്ള ആ യഥാർത്ഥമായ ആ ബന്ധത്തിൽ ആയ ശേഷം താൻ ഇങ്ങനെ പറഞ്ഞു: കർത്താവേ, ഞാൻ മറ്റൊന്നും കണ്ടിട്ടല്ല ഞാൻ അങ്ങയിൽ വിശ്വസിച്ചത്. എൻ്റെ കാൽച്ചുവടുകളെ വെപ്പാൻ എനിക്ക് ഇടം കാണിച്ചു തരുന്ന അങ്ങയ്ക്ക് 1000 നന്ദി. എൻ്റെ ജീവിതത്തിൽ എന്നെ ആര് വെറുത്താലും എനിക്കത് സാരമില്ല. കർത്താവെ, അങ്ങയുടെ കൂടെ മരിപ്പാനും അങ്ങയുടെ കൂടെ ജീവിപ്പാനും ഞാൻ എടുത്ത പ്രതിജ്ഞ നിറവേറുവാൻ എനിക്ക് ആത്മധൈര്യം തരണമേ. എന്നെ ആര് സഹായിക്കും, എന്നെ ആര് സംരക്ഷിക്കും എന്നുള്ള ഒരു ഭയം എനിക്ക് എൻ്റെ ജീവിതത്തിലില്ല. കാരണം എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടിയുണ്ട്. ആ ബന്ധം എനിക്കത് മതി. എത്രയോ ആനന്ദമാണ് യേശുവിൻ്റെ കൂടെയുള്ള വാസം. അത് എത്രയോ ആനന്ദകരവും എത്ര മനോഹരവും എത്ര സന്തോഷവുമാണ്. എന്താനന്ദം, എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. എന്താനന്ദം, എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാം പുതുജീവിതം. സന്താപമേറുമി ലോകേ ഞാനാകിൽ സാന്ത്വനം തരും ശുഭം. എന്താനന്ദം, എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാം പുതുജീവിതം. ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം, വിശ്വാസക്കാൽ ചുവടിലത്രേ. തന്നിടുന്നേ സ്വർഗഭണ്ഡാരത്തിൽ നിന്ന് ഒന്നിനും മുട്ടില്ലാതെ വണ്ണം. ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിക്കുകയിലെല്ലാം സാധ്യം. എന്താനന്ദം, എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാം പുതുജീവിതം. ആരു സഹായിക്കും, ആരു സംരക്ഷിക്കും എന്നുള്ള ഭീതി എനിക്കില്ല. തീരെ ബലഹീനനായി കിടന്നാൽ ചാരും ഞാൻ യേശുവിൻ്റെ മാർവിൽ. എത്തും സഹായമത്യത്ഭുതം വിധം തൊട്ടു സുഖപ്പെടുത്തും. എന്താനന്ദം, എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാം പുതുജീവിതം.
ക്രിസ്തീയ ജീവിത മാഹാത്മ്യം കണ്ടവർ ക്രിസ്തനെ വിട്ടുപോയിടുമോ? സുസ്ഥിരമല്ലാത്ത ലോക സ്നേഹത്തിന് വ്യർത്ഥരായിത്തീരുന്നതെന്തിന്? കർത്തനമേശുവോടൊത്തു നടക്കുക നിത്യാനന്ദം ലഭ്യമേ. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാ പുതുജീവിതം. സന്താപമേറുമി ലോകേ ഞാനാകിൽ സാന്ത്വനം തരും ശുഭമെന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാം പുതുജീവിതം. താങ്ക് യു സോ മച്ച്. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ പാട്ടിലൂടെ കർത്താവിനെ ഉള്ളിൽ സ്വീകരിച്ച, കർത്താവിനെ അറിഞ്ഞ ആ ജീവിതം എത്ര ശ്രേഷ്ഠമാണ്. പുറപ്പാട് പുസ്തകത്തിൽ മോശയോട് കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിന്നെ പൂർണ്ണമായി അറിഞ്ഞിരിക്കുന്നു. രാത്രി നമുക്കും സന്തോഷിക്കാം, എന്നെ ദൈവം അറിയുന്നു എന്നല്ല, പൂർണ്ണമായി ദൈവം അറിയുന്നു. ആ ജീവിതം എത്ര സന്തോഷകരമായ ഒരു അനുഭവമാണ്. ആ ജീവിതം എത്ര സംതൃപ്തി നിറഞ്ഞതാണ്, എത്ര ആശ്വാസവും ധൈര്യവും നിറഞ്ഞതാണ്. ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് രാത്രി കർത്താവിന്റെ ദാസൻ നിന്റെ ജീവിതത്തോട് ചേർന്ന് നമ്മോട് സംസാരിക്കും. കർത്താവിന്റെ ദാസൻ പ്രമോദ് തോമസ് കോട്ടയം അവറുകളെ എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടെ ഇനിയുള്ള സമയം സംസാരിക്കുന്നതിനായിട്ട് പ്രാർത്ഥനയോടെ ക്ഷണിക്കും. ദൈവത്തിന് മഹത്വം. ഈ മനോഹരമായ സായാഹ്നത്തിൽ ഈ കാൽവറിനാഥം മിനിസ്ട്രിയുടെ പാടി സ്തുതിക്കാമെന്ന ആത്മീക ശുശ്രൂഷയുടെ ഒരു ഭാഗമാകാൻ കർത്താവ് നൽകിയ അവസരത്തിനായിട്ട് ഞാൻ കർത്താവിന് എല്ലാ മഹത്വം അർപ്പിക്കുന്നു. വളരെ ഹൃദ്യമായ ഗാനങ്ങളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രിയ ജെയിംസ് ചായൻ പാടിയപ്പോൾ ഞാൻ ഓർക്കുകയുണ്ടായി, ഒരു ഹൃദ്യമായ സന്ദേശം, ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു ശക്തമായ പ്രവർത്തനം തന്റെ ദാസനിലൂടെ അനുഭവിക്കാൻ കഴിഞ്ഞു. പ്രിയ ദൈവദാസനെ ഓർത്ത് ആ ഹൃദ്യമായ ഗാനങ്ങൾക്കായിട്ട് ആ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന്, അനുഭവത്തിൽ നിന്ന് പാടാൻ കഴിയുന്നു എന്നുള്ളത് എത്രയോ സന്തോഷകരമാണ്. യേശു എനിക്ക് ചെയ്ത സകല നന്മകളും ഓർത്തിടുമ്പോൾ നന്ദി കൊണ്ട് എൻ മനം പാടിടുമേ സ്തോത്ര ഗാനത്തിൻ പല്ലവികൾ എന്ന ദൈവത്തിന്റെ ദാസൻ പാടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ജീവിതത്തിലും എത്ര അർത്ഥവത്താണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ അനുഭവം, എന്താനന്ദം, എനിക്ക് എന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം എന്ന് പാടുമ്പോൾ അതെത്ര ഹൃദ്യമായ ഒരു അനുഭവമാണ്. കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദൈവദാസനോട് ചേർന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ എളിയവനായ എനിക്കും ലഭിച്ച അവസരത്തിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് പ്രിയ ജെയിംസ് ചാനെ തുടർന്നും ഉപയോഗിക്കട്ടെ. ഈ ശുശ്രൂഷയുടെ ചുമതല വഹിക്കുന്ന പ്രിയ സന്തോഷ് ബ്രദർ, പ്രിയ റോയ് ചായൻ, ഇരുവരുമായും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആത്മീക ബന്ധം അനുഭവിക്കാൻ കർത്താവ് അവസരം നൽകിയിട്ടുണ്ട്. ഈ ശുശ്രൂഷ തുടർമാനമായിട്ട് ഇങ്ങനെ തുടരുന്നു എന്നുള്ളത് എത്രയോ അനുഗ്രഹീതമായ ഒരു ദൗത്യമാണ്. എവിടെയൊക്കെയോ ഇരുന്ന് വിവിധ സാഹചര്യങ്ങളിലും വിവിധ സ്ഥാനങ്ങളിലും ഇരുന്ന് ഇത് കേൾക്കുന്ന എത്രയോ ജീവിതങ്ങൾ സ്പർശിക്കപ്പെടുന്നുണ്ട്. അതിലൂടെ ദൈവനാമം മഹത്വപ്പെടുന്നുണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദൈവദാസന്മാരുടെ ഈ സമർപ്പണത്തിനും ശുശ്രൂഷയ്ക്കുമായിട്ട് കർത്താവ് അവരെ ആദരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷയിലൂടെ അനേകർ ഇനിയും ദൈവസ്നേഹവും ദൈവകൃപയും കണ്ടെത്താനിടയായി തീരട്ടെ. ഈ സായാഹ്നത്തിൽ ഒരു ധ്യാന ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുകയും അതോടൊപ്പം എൻ്റെ അനുഭവങ്ങളൊക്കെ അതുകൊണ്ട് ചേർത്ത് പറയുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒത്തിരി അനുഭവങ്ങൾ എന്ന അർത്ഥത്തിൽ അല്ല, അതിനുമപ്പുറം എൻ്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ചില അനുഭവങ്ങളും ചില സാഹചര്യങ്ങളും ചില സന്തോഷങ്ങളും ഒക്കെ നിങ്ങളോട് പങ്കുവെച്ച് നമുക്ക് ഒരുമിച്ച് കർത്താവിൽ സന്തോഷിപ്പാനായിട്ട് കർത്താവ് അവസരം നൽകട്ടെ. ഇന്ന് രാത്രി ഇങ്ങനെ ഒരുമിച്ചായിരിക്കുന്ന ഞാൻ കർത്താവിൽ വളരെ സന്തോഷിക്കുന്നു. കർത്താവിനെല്ലാം മഹത്വം അർപ്പിക്കുന്നു. ഞാനും ഒരു നാമധേയ ക്രൈസ്തവ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരാളാണ്. എൻ്റെ മാതാപിതാക്കൾ ഏകദേശം ഒരു 40 വർഷം മുൻപ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഞങ്ങളുടെ പ്രദേശത്ത് സുവിശേഷം, എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിൽ പാമ്പാടിക്കടുത്ത് പറുതലമറ്റം എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ പുതുപ്പള്ളി ബ്രദറൻ സഭയിലെ സഹോദരന്മാരെ കടന്നു വരികയും ആ പ്രദേശത്ത് പരസ്യയോഗങ്ങൾ നടത്തുകയും ചെയ്തു. ആ പരസ്യയോഗങ്ങളിൽ വെച്ച് ഞങ്ങളുടെ മാതാപിതാക്കൾ സുവിശേഷം കേട്ട് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാനിടയായി. അങ്ങനെ ഞങ്ങളുടെ പ്രദേശത്ത് ചില കുടുംബങ്ങൾ മുന്നോട്ട് വരികയും ഞങ്ങളുടെ സ്ഥലത്ത്, ഞങ്ങളുടെ ഭവനത്തോട് ചേർന്ന് ഉള്ള ഞങ്ങളുടെ തന്നെ സ്ഥലത്ത്
വിട്ടു നൽകി അവിടെ ഒരു ആരാധനാലയം നിർമ്മിക്കുകയും ഏകദേശം 40 വർഷങ്ങൾക്ക് മുൻപ് 46 വർഷം മുൻപ് 1979-80 കാലഘട്ടങ്ങളിലാണ്. ആ 80 കാലഘട്ടങ്ങളിൽ ഇവിടെ ഒരു സ്ഥലസഭ കൂടി ഒരു പ്രവർത്തനമറ്റത്ത് ഉണ്ടാകാനിടയായി. അതിനുശേഷം എനിക്കും കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാനും എൻ്റെ പഠനവും തുടരുവാനും ആത്മീയ ജീവിതത്തിൽ കർത്താവിൻ്റെ നന്മകൾ അനുഭവിപ്പാനും ഒക്കെ ഇടയായി. ഞാൻ പഠനം പൂർത്തീകരിച്ചത് ജേർണലിസത്തിലാണ്. ജേർണലിസത്തിൽ ഒരു ബിരുദാനന്തര ബിരുദം നേടാനിടയായി. അതിനുശേഷം കേരളത്തിലെ വിവിധ മാധ്യമ സ്ഥാപനങ്ങളിൽ ഒരു ജേർണലിസ്റ്റായിട്ട് ചില വർഷങ്ങൾ ജോലി ചെയ്തു. വിവിധ ടെലിവിഷൻ ചാനലുകളിൽ ജോലി ചെയ്യാനുള്ള അവസരമൊക്കെ ലഭിച്ചു. എന്നാൽ പൂർണ്ണസമയം കർത്താവിൻ്റെ വേലയ്ക്കുള്ള ഒരു വിളി ആ ദിവസങ്ങളിലൊക്കെ കർത്താവ് എനിക്ക് നൽകുകയും കർത്താവിൻ്റെ ശബ്ദം കേട്ട് ആമേൻ പറഞ്ഞനുസരിച്ച് അതിനോട് കീഴടങ്ങി ഭൗമികമായ ജോലി ഉപേക്ഷിച്ച് കർത്താവിൻ്റെ വേലയിൽ കഴിഞ്ഞ ഏകദേശം ഒരു 12 വർഷത്തോളമായി പൂർണ്ണസമയം സുവിശേഷകനായിട്ട് കർത്താവിൻ്റെ വേലയിലായിരിക്കാൻ കർത്താവ് സഹായിച്ചു. അതെല്ലാം കർത്താവിൻ്റെ കൃപയാണ്. ഇവിടെ ഞങ്ങൾക്ക് ഒരു സ്ഥലം സഭ 15 കുടുംബങ്ങളുള്ള ഒരു സ്ഥലം സഭയാണ്. ആരാധനയ്ക്കായിട്ട് ഏകദേശം ഒരു 50 പേരോളം കൂടി വരുന്ന ഒരു സ്ഥലം സഭയാണ്. ചെറുപ്പക്കാരായ സഹോദരി സഹോദരന്മാരെ ധാരാളമുള്ള ഒരു സ്ഥലം സഭയാണ്. അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള ഒരു ആത്മീക സന്തോഷം അനുഭവിപ്പാനും ഈ പ്രദേശത്തുള്ള കർത്താവിൻ്റെ വേലകളിൽ മുന്നോട്ട് പോകുവാനും മാത്രമല്ല ഉത്തരേന്ത്യയുടെ ചില ഭാഗങ്ങളിലേക്ക് ചില ആദിവാസി സമൂഹങ്ങളുടെ നടുവിലേക്ക് കടന്നു പോകുവാനും ആ നിലയിൽ അവരുടെ ഇടയിൽ കർത്താവിൻ്റെ വേല ചെയ്യുവാനും ഈ നാളുകൾ കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് കർത്താവ് അവസരം നൽകുന്നുണ്ട്. കൂടാതെ ആദിവാസി സമൂഹങ്ങളിലുള്ള ചിലർക്ക് വേണ്ടി ചില ഭാഷകളിലുള്ള ആദിവാസി ട്രൈബൽ ലാംഗ്വേജുകളിൽ ചില ക്രിസ്തീയ പുസ്തകങ്ങൾ അവർക്ക് വായിക്കാവുന്ന രൂപത്തിൽ, അവർക്ക് അക്ഷരാഭ്യാസം ഇല്ലാത്തവരാണ്, ചിത്രകഥാ രൂപത്തിൽ ചില പുസ്തകങ്ങൾ ഈ നാളുകളിൽ ഇറക്കാനായിട്ടും അത് ചില ആദിവാസി സമൂഹങ്ങളിൽ എത്തിക്കാനും കർത്താവ് അവസരം നൽകി. കൂടാതെ ചില ക്രിസ്തീയ ഗ്രന്ഥങ്ങൾ എഴുതാനും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ GLS ഉൾപ്പെടെയുള്ള പ്രസിദ്ധീകരണങ്ങൾ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അനേക ട്രാക്റ്റുകൾ ബുക്ക്ലെറ്റുകളൊക്കെ എഴുതാനായിട്ട് അനേക പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താനും ഒക്കെ കർത്താവ് സഹായിച്ചു. മാത്രമല്ല എമ്മൗസ് പാഠപദ്ധതിയുടെ ഭാഗമായിട്ട് അനേക പുസ്തകങ്ങൾ മലയാളത്തിൽ എത്തിക്കാനായിട്ടും ആ ശുശ്രൂഷയുടെ ഒരു ഭാഗമാകാനും കർത്താവ് അവസരം നൽകി. ഇതൊക്കെ കർത്താവിൻ്റെ കൃപയാണ്, കർത്താവിൻ്റെ സഹായമാണ്, കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ചെയ്ത ശുശ്രൂഷകളാണ്. ഇത്രയുമാണ് പ്രാരംഭമായിട്ട് പറയാനായിട്ടുള്ള കാര്യം. നമുക്ക് ഒരു വചനഭാഗത്തോട് ചേർന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ബാക്കി എൻ്റെ അനുഭവങ്ങളും ചെറിയ ജീവിതത്തിൽ കടന്നുപോയ ആത്മീക നന്മകളും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതിന് എനിക്ക് സന്തോഷമുണ്ട്. ഈ നിലയിൽ ഇങ്ങനെ ഒരു ശുശ്രൂഷയ്ക്ക് അവസരം നൽകിയ പ്രിയ ദൈവദാസന്മാരോട് എല്ലാ ആദരവും എല്ലാ സ്നേഹവും അറിയിക്കുന്നു. നമുക്ക് അല്പസമയം ഒരുമിച്ച് ധ്യാനിക്കുവാനും ചിന്തിക്കുന്നതിനുമായിട്ട് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4, ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം. 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യമാണ് ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. ആ വാക്യം ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഫിലിപ്പിയ ലേഖനം എന്ന് പറയുന്നത് ഒരു കാരാഗ്രഹ ലേഖനമാണ്. എഫേസ്യ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലേമോനെഴുതിയ ലേഖനം, ഫിലിപ്പിയ ലേഖനം, ഈ ലേഖനങ്ങളാണ് കാരാഗ്രഹ ലേഖനങ്ങൾ എന്നറിയപ്പെടുന്ന ലേഖനങ്ങൾ. ഫിലിപ്പിയ ലേഖനം അതിൽപ്പെട്ട ഒരു കാരാഗ്രഹ ലേഖനമാണ്. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് സംസാരിക്കുന്ന അനുഗ്രഹീതമായ ഒരു പ്രസ്താവനയാണ് നാം ഈ 4-ാം അധ്യായത്തിൽ വായിച്ചു കേട്ടത്. ഫിലിപ്പിയിലുള്ള ഒരു സഭയുണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറയുന്നത് പൗലോസിന് ലഭിച്ച ഒരു മക്കദോനിയ ദർശനം. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പൗലോസിന്റെ 2ാമത്തെ മിഷണറി യാത്രയിൽ ആണ് ഫിലിപ്പിയിൽ എത്തിച്ചേരുന്നത്. മക്കദോനിയയിൽ നിന്നുള്ള ഒരു വിളി, മാസിഡോണിയൻ കോൾ പൗലോസിന് ലഭിച്ചു. യൂറോപ്പിലേക്ക് പൗലോസ് ആദ്യമായിട്ട് കാലെടുത്തു വെച്ചു. പുരാതന ഗ്രീസിലെ റോമൻ പ്രവിശ്യയായ മാസിഡോണിയയുടെ കിഴക്കൻ അതിർത്തിയിലുള്ള ഒരു നഗരമാണ് ഫിലിപ്പി നഗരം. മഹാനായ അലക്സാണ്ടറിന്റെ പിതാവായ മാസിഡോണിയയിലെ ഫിലിപ്പിന്റെ പേരിലുള്ള ഒരു നഗരമാണ് ഈ ഫിലിപ്പിയ എന്ന് പറയുന്ന നഗരം, അല്ലെങ്കിൽ ഫിലിപ്പി എന്ന് പറയുന്ന നഗരം. ഇവിടെയുള്ള ദൈവജനത്തോട് പൗലോസ് നൽകുന്ന ഒരു സന്ദേശമാണ് ഈ അധ്യായം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ നാം വായിച്ച വാക്യത്തിൽ നാം വായിക്കുന്ന ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പൗലോസ് പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം,
ഉള്ള അവസ്ഥ അലംഭാവത്തോടെ ഇരിക്കുക. അലംഭാവം എന്ന വാക്കിന്റെ അർത്ഥം സംതൃപ്തി എന്നാണ്, കണ്ടന്റ്മെന്റ് എന്ന് പറയും. അപ്പം ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടെ ഇരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാകുന്ന ഒരു പരിഭാഷയിൽ ഞാൻ ഇങ്ങനെയാണ് വായിച്ചത്: ഐ ഹാവ് ലേൺ ദ സീക്രട്ട് ഓഫ് ബീങ് കണ്ടന്റ് ഇൻ എനി ആൻഡ് എവറി സിറ്റുവേഷൻ, വെദർ വെൽ ഫെഡ് ഓർ ഹംഗ്രി, whether living in plenty or in want. I have learned the secret of being content. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതൃപ്തിയോടെ ഇരിക്കാനുള്ള രഹസ്യം ഞാൻ പഠിച്ചിട്ടുണ്ട്. I have learned the secret of being content. സംതൃപ്തിയോടെ ഇരിക്കാനുള്ള രഹസ്യം ഞാൻ പഠിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായി പഠിച്ചിരിക്കേണ്ട കാര്യം സംതൃപ്തിയോടെ ജീവിക്കാനായിട്ടുള്ള രഹസ്യം പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വാക്യത്തിന് തന്നെ മനസ്സിലാകും ഇതൊരു രഹസ്യമാണ്. ഇതെല്ലാവരും പഠിച്ചിട്ടില്ല, പക്ഷെ എല്ലാവർക്കും പഠിക്കാൻ കഴിയും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഈ സംതൃപ്തി? സംതൃപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒത്തിരി മാനദണ്ഡങ്ങളുണ്ട്, അല്ലേ? അല്ലേ, നമുക്ക് പലപ്പോഴും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സംതൃപ്തി കിട്ടുന്നത് എല്ലാ കാര്യങ്ങളും നന്നായിരിക്കുമ്പോൾ, ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നേടുമ്പോൾ, എല്ലാ നല്ല സൗകര്യങ്ങളും ഉണ്ടാകുമ്പോൾ, അതെല്ലാമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സംതൃപ്തി. പൗലോസിനോട് ചോദിച്ചു നോക്കിയേ, പൗലോസ് എന്താ ഈ സംതൃപ്തി എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഡെഫിനിഷൻ തരാൻ പറ്റുന്നത്? എന്താ ഒരു നിർവചനം? എൻ്റെ സുവിശേഷകൻ എന്ന നിലയിലുള്ള ജീവിതയാത്രയിൽ എന്നെ വളരെ ആഴത്തിൽ സ്പർശിച്ച ഒരു ലേഖനമാണ് ഫിലിപ്പ് ലേഖനം എന്ന് പറയുന്നത്. അവിടെ പൗലോസ് ഈ സംതൃപ്തിക്ക് ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഇതിൻ്റെ 17-ാം വാക്യം, 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. അവിടെ പൗലോസ് പറയുന്ന ഒരു പദം നിങ്ങൾ വായിച്ചു നോക്കിയാൽ 17-ാം വാക്യത്തിൽ അതിന്റെ അവസാനത്തെ ഭാഗമാണ്: ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, സമൃദ്ധിയുമായിരിക്കുന്നു. ഇതാണ് സംതൃപ്തി കേട്ടോ. എന്താണ് സംതൃപ്തി? എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, സംതൃപ്തിയുമായിരിക്കുന്നു. അല്ല, സമൃദ്ധിയുമായിരിക്കുന്നു. ചിന്തിച്ചു നോക്കിയേ, പൗലോസ് പറയുകയാണ് എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, ഇനി ഒന്നും വേണ്ട എനിക്ക്. അത്രയൊക്കെ നമ്മൾ വേണേ സാക്ഷ്യം പറയില്ലേ, കർത്താവ് എനിക്ക് വേണ്ടുന്നതെല്ലാം തന്നു ഈ വർഷക്കാലം. ഇനി നമ്മൾ ഡിസംബർ 31-ാം തീയതി സാക്ഷ്യം പറയും, ഈ വർഷക്കാലം കർത്താവ് വേണ്ടുന്നതെല്ലാം എനിക്ക് തന്നു. പക്ഷെ അവസാനത്തെ കാര്യം പറയുവോ? സമൃദ്ധിയായിരുന്നു എന്നുള്ള കാര്യം. അത് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ? ആരെങ്കിലും എന്തെങ്കിലും ചിന്തിക്കുവോ? സമൃദ്ധിയായിരുന്നു സഹോദരൻ എന്നൊക്കെ കേട്ട് കഴിഞ്ഞല്ലേ അതൊരു ബുദ്ധിമുട്ടാവുമല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ ഇത് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കാരാഗ്രഹത്തിൽ കിടക്കുക. തീമോത്തിയോസിനോട് പറയുന്ന ഒരു വാക്ക് നമ്മൾ അവസാനം വായിക്കുന്നുണ്ടല്ലേ, ഒരു പുതപ്പേലും കൊണ്ടുവരാൻ പറയുക. ഒരു പുതപ്പ് പോലും ഈ മനുഷ്യന്റെ കയ്യിലില്ല സത്യത്തിൽ. ഈ റോമൻ കാരാഗ്രഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കാണുന്ന പോലെ സെൻട്രൽ ജയിൽ പോലെയോ സബ് ജയിൽ പോലെയോ ജില്ലാ ജയിൽ പോലെയോ ജയിലൊന്നും അല്ല, ഇതൊരു കുഴിയാണ്. ഈ കുഴിയിലാണ് കൊണ്ടിരുന്നത്. ഇതിന്റെ അടിയിൽ കൂടി അഴുക്കുചാലുകൾ ഇങ്ങനെ ഒഴുകുക, ദുർഗന്ധം വമിക്കുന്ന ഒരു കുഴിയാണ് റോമൻ കാരാഗ്രഹം എന്ന് പറയുന്നത്. ആ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ഈ മനുഷ്യൻ പറയുക എനിക്ക് വേണ്ടുന്ന എല്ലാം ഉണ്ട്, സമൃദ്ധിയായിരിക്കുക. എന്റെ പ്രിയപ്പെട്ടവർ, ഇത് വായിച്ചിട്ട് ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട് നിന്ന് പോയി, വിസ്മയത്തോടെ ചോദിച്ചിട്ടുണ്ട്, പൗലോസേ എനിക്കിന്നും ഇത് പറയാൻ കഴിയുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ എത്രയോ സമൃദ്ധിയുടെ നടുവിൽ ജീവിക്കുമ്പോഴും നമുക്ക് പറയാൻ കഴിയാത്ത ഒരു കാര്യം ആ കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് മനുഷ്യൻ പറയുക. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ മനുഷ്യന് സംതൃപ്തി എന്ന് പറയാൻ പറ്റുന്ന എന്ത് കാര്യമാണ് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്? എന്തേലും ഉണ്ടായിട്ടുണ്ടോ? 2 കൊരിന്ത്യർ 11-ാം അധ്യായം എൻ്റെ കൂടെ ഒന്ന് എടുക്കാമോ? 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 23 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഈ പൗലോസിന്റെ ജീവിതത്തിന്റെ ഒരു സംഗ്രഹം അവിടെ പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 11-ാം അധ്യായം. അവിടെ നാം വായിക്കുന്ന 23 മുതലുള്ള വാക്യങ്ങൾ, എല്ലാ വാക്യങ്ങളും ഞാൻ വായിക്കുന്നില്ല, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടി കൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദരാൽ ഞാൻ ഒന്നു കുറയാതെ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടി കൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിലകപ്പെട്ടു, 1 രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു, നദികളിലെ ആപത്ത്,
കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ളു സഹോദരന്മാരുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ സംഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം തിരക്കുമുണ്ട്. മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് എന്തെല്ലാം ആപത്തുകൾ. അതിനകത്ത് പറയുന്ന പല പദങ്ങളുണ്ട്. പൈതാഹം എന്ന് പറയുന്നുണ്ട്. ഈ മനുഷ്യൻ വെള്ളം കിട്ടാതെ ദാഹിച്ച് ദിവസങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ശീതം എന്ന് പറയുമ്പോ ആ തണുത്ത് മരവിച്ച മണിക്കൂറുകളിലൊരു പുതപ്പ് പോലും ഈ മനുഷ്യന് കിട്ടിയിട്ടില്ല. അവിടെ പറയുന്ന മറ്റൊരു പദം എന്നെ വളരെ ചലിപ്പിച്ച ഒരു പദമാണ്, നഗ്നത എന്ന് പറയുന്ന പദം. ഫിലിപ്പിയർക്കാർക്ക് അത് മനസ്സിലാകും. ആ വഴിയിലൂടെ ഈ മനുഷ്യനെ നഗ്നനായിട്ട് വലിച്ചിഴച്ചുകൊണ്ട് പോയിട്ടുണ്ട്. എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ജീവിതം. ആ ദൈവദാസൻ തിരിഞ്ഞു നോക്കിയിട്ട് പറയുകയാണ്, എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, സമൃദ്ധിയായിരിക്കും. എങ്ങനെ പൗലോസ് ഇതിന് പറയാൻ കഴിയും? ഇതിന്റെ ഏതെങ്കിലും ഒരറ്റത്തൊന്ന് നമ്മളെ ഒന്ന് തൊട്ടാൽ മതി, ഇല്ലേ? നമ്മുടെ സമൃദ്ധിയും തീരും, സംതൃപ്തിയും തീരും, എല്ലാം തീരും. പ്രിയപ്പെട്ടവരെ, എങ്ങനെ പൗലോസിന് ഇത് പറയാൻ കഴിഞ്ഞു? ഈ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൽ നിന്ന് എന്തുകൊണ്ട് പൗലോസ് സംതൃപ്തനായിരുന്നു? എങ്ങനെ നമുക്കും സംതൃപ്തി അനുഭവിക്കാൻ കഴിയും? എന്താ സംതൃപ്തിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്? എന്താ രഹസ്യം എന്ന് പറയുന്നത്? ഈ 4-ാം അധ്യായം മാത്രം നമ്മളൊന്ന് പരിശോധിച്ചാൽ പൗലോസ് പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ചില പദങ്ങളാണ് പൗലോസ് ഉപയോഗിക്കുന്ന ചില പദങ്ങൾ. പൗലോസ് ഉപയോഗിക്കുന്ന ചില പദങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ നമ്മൾ പാട്ട് പാടിയപ്പോൾ നമ്മൾ ഓർത്തു, അദ്ദേഹത്തിന്റെ ദൈവത്തിന്റെ ദാസൻ തന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പാടി എന്ന് പറഞ്ഞ പോലെ പൗലോസ് എഴുതുമ്പോൾ ഓരോ വരിയും പൗലോസിന്റെ ഹൃദയത്തെ തൊടുന്ന വരികളാണ്. ഇതിന്റെ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 3-ാം വാക്യത്തിൽ പൗലോസ് ഉപയോഗിക്കുന്ന ഒരു പദം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 3-ാം വാക്യം ഇങ്ങനെയാണ്: സാക്ഷാൽ ഇണയായുള്ളവേ, അവർക്ക് തുണ നിൽക്കണം എന്ന് ഞാൻ നിന്നോടും അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ എന്റെ കൂട്ടുവേലക്കാരുമായ ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. പൗലോസിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് സംതൃപ്തനായിരിക്കുന്നത്? പൗലോസ് നൽകുന്ന ഒന്നാമത്തെ മറുപടി ഈ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവർ, എന്താ മറുപടി എന്നറിയാമോ? ഇവിടെ വായിക്കുന്ന പദം ഇതാണ്: ജീവപുസ്തകത്തിൽ പേരുള്ള എന്നൊരു വാക്കവിടെയുണ്ട്. എന്താ പൗലോസിന്റെ സംതൃപ്തി? കാരാഗ്രഹത്തിൽ കിടക്കുക, ഒന്നും കയ്യിലില്ല. അടുത്ത മണിക്കൂറുകളിൽ എപ്പോഴാണ് മരണം തന്നെ പിടിക്കാൻ വരുന്നതെന്ന് അറിയത്തില്ല പൗലോസിന്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നും കയ്യിൽ ശേഷിക്കുന്നില്ല. എന്നാൽ ആ ദൈവദാസൻ പറയുന്നു, ഞാൻ സംതൃപ്തനാണ്, എനിക്കുള്ളതെല്ലാം ഉണ്ട്, എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, എനിക്ക് സമൃദ്ധിയുമാണ്. കാരണം എന്താണെന്നറിയാമോ? എൻ്റെ പേര് ജീവപുസ്തകത്തിലുണ്ട്. ഇന്ന് രാത്രി നമ്മളെ സംതൃപ്തിപ്പെടുത്തേണ്ട ഏറ്റവും വലിയ ഘടകം നമ്മുടെ പേര് ജീവപുസ്തകത്തിലുണ്ടെന്നുള്ളതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ കുറെ ശിഷ്യന്മാർ 70 പേരെ കർത്താവ് വിട്ടത് നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? അവിടെ കാണുന്ന മനോഹരമായ ഒരു പദപ്രയോഗമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ അവര് പോയതിനു ശേഷം സന്തോഷത്തോടെ മടങ്ങി വന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുകയാണ്. അപ്പം കർത്താവ് അവരോട് പറഞ്ഞ ഒരു കാര്യം ഉണ്ട്: ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പിൻ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ ഏറ്റവും സംതൃപ്തി തരുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ സായങ്കാലത്ത് ദൈവമക്കളാണ് ഇവിടെ കൂടി വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. എങ്കിലും ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ലഭിക്കുന്ന എല്ലാ മാധ്യമങ്ങളിലും ഒരു വാക്ക് സുവിശേഷം പറയണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ സ്നേഹത്തോടെ പറയട്ടെ: നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതാൻ വേണ്ടി സ്വന്തം ജീവരക്തം അവസാനത്തെ ഒരു തുള്ളി വരെ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു വാക്ക് ഇങ്ങനെ ആവർത്തിച്ച് ഞാൻ പറയട്ടെ: യേശു ക്രിസ്തുവിന്റെ കാൽവറിയിൽ ചൊരിഞ്ഞ ഒരു തുള്ളി രക്തം മതിയായിരുന്നു നമ്മുടെ മുഴുവൻ പാപവും കഴുകിക്കളയാൻ. എന്നാൽ അവന്റെ അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റി തന്നാണ് നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ അവിടെ എഴുതിയത്. ഇത്ര വലിയ രക്ഷയെ അവഗണിച്ചു കളയരുത്. രക്ഷിതാവിനായി ഇതുവരെ ഹൃദയം തുറന്നു കൊടുക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനായി ഹൃദയം തുറന്നു കൊടുക്കുക, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണുക. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന വാക്യമാണ്. ഏറ്റവും ഒടുവിൽ പറയുന്ന ശക്തമായ ഒരു മുന്നറിയിപ്പുണ്ട്: ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും.
അത് രണ്ടാമത്തെ മരണം. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം നാം നിത്യതയുടെ തീരത്ത് നിന്നുകൊണ്ട് ആ മഹാതീപ്പൊയ്കയിലേക്ക് വലിയൊരു കൂട്ടം ആളുകൾ പോകുന്നത് കാണുമ്പോൾ നമ്മൾ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കും. കർത്താവെ, ഇത്ര ഭയാനകമായ തീപ്പൊയ്കയിൽ നിന്ന് എന്നെ നീ കോരിയെടുത്തല്ലോ എന്നുള്ളത് ഓർത്ത് ദൈവത്തിന് നമ്മൾ നന്ദി പറയുന്ന ഒരു ദിവസം വരാനായിട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, സംതൃപ്തിയുണ്ടോ? ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭാരപ്പെടണ്ട. എല്ലാം കൈവിട്ടു പോയെങ്കിലും ഭാരപ്പെടണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, രോഗം പിടിച്ച് വളരെ ബലഹീനാവസ്ഥയിലാണ് ശരീരമെങ്കിലും ഭാരപ്പെടേണ്ട. ജീവിതത്തിന് ഏത് പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ഭാരപ്പെടേണ്ട. ആശ്വസിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്. ആർക്കും വായിച്ചു കളയാൻ കഴിയാത്ത ആ പേര് അവിടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് കർത്താവിൽ സന്തോഷിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏറ്റവും വലിയ സംതൃപ്തി എന്താണെന്ന് അറിയാമോ? നമുക്ക് ലഭിച്ച രക്ഷയുടെ മഹത്വം മനസ്സിലാക്കുന്നതാണ്. ക്രിസ്തുവിലുള്ള രക്ഷയാണ് ക്രിസ്തീയ സംതൃപ്തിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ആ രക്ഷയുടെ മഹത്വം മനസ്സിലാക്കുന്നവർ സംതൃപ്തിയോടെ ജീവിക്കും. മാറിപ്പോയ ന്യായവിധി ഓർത്ത് ഓരോ മണിക്കൂറിലും കർത്താവിനോട് നന്ദി പറയും, കർത്താവിനോട് സ്നേഹം പങ്കുവയ്ക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. രണ്ടാമത്തെ ആശയത്തിലേക്ക് നമുക്ക് വേഗം വരാം. ഒന്നാമത്തെ കാര്യം, ജീവപുസ്തകത്തിൽ നമ്മുടെ പേരുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ ആശയത്തിലേക്ക് നമുക്ക് വേഗത്തിൽ വരാം. എന്തുകൊണ്ടാണ് പൗലോസേ അങ്ങ് സംതൃപ്തനായിരിക്കുന്നത്? ഇതിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ രണ്ടാമത്തെ കാരണം കാണാൻ കഴിയും. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവിൻ. പൗലോസിനോട് ചോദിച്ചേ, പൗലോസ് എന്താ സംതൃപ്തി? ഈ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ പൗലോസ് എന്താ ചിന്തിക്കുന്നത്? പ്രിയപ്പെട്ടവര്, ഒരു കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടുത്തുന്ന ചിന്തകളാണ് വരേണ്ടത്, അല്ലേ? പൗലോസ് പറയുന്നു, ഞാൻ ഈ കാരാഗ്രഹത്തിന്റെ ഈ തണുത്തുറഞ്ഞ തടവറയിൽ കിടക്കുമ്പോൾ, ഈ പരിപരുത്ത തറയിൽ കിടക്കുമ്പോൾ, ആഴത്തിൽ നിന്നുള്ള ദുർഗന്ധം എന്റെ മനസ്സിൽ എന്റെ മൂക്കിലേക്ക് അടിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ വരുന്ന ചിന്ത എന്താണെന്നറിയാമോ? സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും. പ്രിയപ്പെട്ടവര്, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമുക്ക് സംതൃപ്തി തരുന്ന കാര്യം. പൗലോസ് ഈ വാക്കുകളെല്ലാം കൂടി ഒന്ന് ചേർത്ത് നോക്കിയേ. സത്യം, ഘനം, നീതി, നിർമ്മലം, രമ്യം, സൽകീർത്തി, സൽഗുണം, പുകഴ്ച, ഇതെല്ലാം കൂടി ആകെ കൂടി ഒറ്റ വാക്കിൽ നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് കഴിയും. അത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനമാണ്. ഏറ്റവും സത്യമായത് ദൈവത്തിന്റെ വചനമാണ്. ഘനമായത് ദൈവത്തിന്റെ വചനമാണ്. നീതി ദൈവത്തിന്റെ വചനമാണ്. രമ്യം, സൽകീർത്തി, സൽഗുണം, പുകഴ്ച, ഇതെല്ലാം ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വചനത്തിലൂടെ നമ്മുടെ ജീവിതം കടന്നുപോയാൽ, വചനം ചിന്തിക്കാൻ ആരംഭിച്ചാൽ, വചനം ധ്യാനിക്കാൻ ആരംഭിച്ചാൽ നമ്മുടെ ജീവിതം സംതൃപ്തിയുള്ളതായിട്ട് തീരും. മറ്റെന്ത് ചിന്തകൾ വന്നാലും, പരാതി വന്നാലും, പിറുപിറുപ്പ് വന്നാലും, പരിഭവങ്ങൾ വന്നാലും, ഇങ്ങനെയുള്ള നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന മറ്റെല്ലാ ചിന്തകളെയും മാറ്റിവെച്ചിട്ട് ഈ വചനത്തിലൂടെ കടന്നു പോകും. വചനം നമുക്ക് സംതൃപ്തി തരുന്ന വചനമാണ്. ഈ വചനം ധ്യാനിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം ആശ്വസിക്കുമെന്ന് ദൈവത്തിന്റെ ദാസൻ പാടുകയുണ്ടായി. ഈ വചനം പോലെ സംതൃപ്തി തരുന്നത്, ഈ വചനം പോലെ നമ്മളെ ആശ്വസിപ്പിക്കുന്നത്, ഈ വചനം പോലെ നമ്മളെ ധൈര്യപ്പെടുത്തുന്നത്, ഈ വചനത്തിലെ ചിന്തകൾ നമ്മുടെ ഹൃദയത്തെ ഭരിക്കുമ്പോൾ വചനം നമുക്ക് ആശ്വാസമായിട്ട് തീരും. ഈ വചനം നമുക്ക് സംതൃപ്തിയായിട്ട് തീരും. പ്രിയപ്പെട്ടവരെ, ബാക്കി സംതൃപ്തി തരാൻ ഈ ലോകത്തിലെ ഒരു ഘടകത്തിനും കഴിയത്തില്ല. മാനുഷികമായി നമുക്ക് സംതൃപ്തി തരുന്ന ഘടകങ്ങളൊക്കെ ദിവസങ്ങൾ കൊണ്ട് മാറിപ്പോകും. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് നമ്മെ സംതൃപ്തിയിലേക്ക് നയിക്കാനായിട്ട് കഴിയും. അങ്ങനെ മാത്രം പറഞ്ഞ് ഞാൻ മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരാം. വേഗത്തിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. മൂന്നാമത്തെ ആശയം, എന്തുകൊണ്ടാണ് പൗലോസെ സംതൃപ്തനായിട്ട് ജീവിക്കുന്നത്? മൂന്നാമത്തെ ആശയം ഇതിന്റെ 10ാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു. ഈ ഫിലിപ്പ്യ വിശ്വാസികൾ പൗലോസിനെ ഓർത്ത് വിചാരപ്പെടുന്നുണ്ട്, അല്ലേ? നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത് കർത്താവ് പറഞ്ഞിട്ടുള്ള അനുഗ്രഹീതമായ നമ്മൾ ഇതിന്റെ മുകളിലേക്ക് വരുമ്പോൾ ഇതിന്റെ 6ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്നാ. എന്നാൽ ഇവിടെ താഴേക്ക് വരുമ്പോൾ വായിക്കുന്നത് എന്താണെന്ന് അറിയാമോ? പൗലോസിനെ പറ്റി എന്ത് ചെയ്യുകയാണ്? ഫിലിപ്പ്യ വിശ്വാസികൾ വിചാരപ്പെടുന്നുണ്ട്. അത് ഓർത്ത് പൗലോസ് സന്തോഷിക്കുകയാണ്, അല്ലേ? പ്രിയപ്പെട്ടവരെ, പൗലോസിനെ പറ്റി വിചാരപ്പെടുന്നു എന്ന് നമ്മളിവിടെ കാണുന്നു. ഇതിന്റെ 14ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എന്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചു എന്ന് പൗലോസ് പറയുന്നു. 15ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴും അതേ ആശയം തന്നെ പൗലോസ് പങ്കുവയ്ക്കുന്നു.
നിങ്ങൾ എന്നോട് കൂട്ടായ്മ കാണിച്ചു എന്ന് പറയുന്നു. 16 വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്ന മറ്റൊരാശയമുണ്ട്, നിങ്ങൾ എൻ്റെ ബുദ്ധിമുട്ട് തീർത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഫിലിപ്പിയ വിശ്വാസികളും പൗലോസും തമ്മിലുള്ളൊരു ബന്ധമുണ്ടല്ലോ, അത് പൗലോസിന് സംതൃപ്തി തരുന്ന ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ ആശയം ഞാൻ ഇങ്ങനെ പറയട്ടെ, നമ്മുടെ സാഹോദര്യ ബന്ധം, ക്രിസ്തുവിലുള്ള സാഹോദര്യ ബന്ധമാണ് നമ്മുടെ സംതൃപ്തിയുടെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ കണ്ടു എന്താണ് നമ്മുടെ സംതൃപ്തിയുടെ മാനദണ്ഡം, നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്. രണ്ടാമതായി നമ്മൾ കണ്ടു ദൈവത്തിന്റെ വചനമാണ് നമുക്ക് സംതൃപ്തി തരുന്നത്, വചനം നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ സംതൃപ്തിയുടെ അടയാളമാണ്. 3, നമുക്ക് വേണ്ടി വിചാരപ്പെടുന്ന ദൈവജനമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുന്ന, ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി മുട്ടിന്മേൽ നിൽക്കുന്ന, നമ്മൾ ഉറങ്ങുമ്പോഴും നമുക്ക് വേണ്ടി ഉണർന്നിരുന്ന, ദൈവസന്നിധിയിൽ മധ്യസ്ഥത അണയുന്ന ഒരു ദൈവജനത്തിന്റെ പിൻബലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് എത്ര ആശ്വാസകരമായ യാഥാർത്ഥ്യമാണ്. എത്രയോ പിതാക്കന്മാർ, എത്രയോ മാതാക്കൾ എവിടെയെല്ലാം ഇരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരും നിലനിന്നതിന്റെ ഏക കാരണമെന്ന് പറയുന്നത് നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവജനം ഉള്ളത് കൊണ്ടല്ലേ, നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവസഭയുള്ളത് കൊണ്ടല്ലേ, നമ്മുടെ ആവശ്യങ്ങളിൽ ഓടി വരുന്നവർ ഉള്ളത് കൊണ്ടല്ലേ, നമുക്ക് വേണ്ടി ഭാരപ്പെടുന്നവരുള്ളത് കൊണ്ടല്ലേ, നമ്മളെ കരുതുന്ന ഒരു ദൈവജനമുണ്ട്. ദൈവത്തെ സ്തുതിക്കാനായിട്ട് കഴിയണം. പ്രിയപ്പെട്ടവരെ, പൗലോസ് പറയുകയാണ്, ഫിലിപ്പിയ വിശ്വാസികളെ, നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ സന്തോഷിക്കുകയാണ്, നിങ്ങൾ എന്നെ പറ്റി വിചാരപ്പെടുന്നുണ്ട്. ഇവിടെ ഒരു സ്നേഹത്തോടെ ഒരു ബുദ്ധിപദേശം ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്നുണ്ട്. എന്താണെന്നറിയാമോ? നമ്മൾ മറ്റുള്ളവരെ ഓർത്ത് വിചാരപ്പെടുന്നുണ്ടെന്നോർത്ത് അവർ സന്തോഷിപ്പാനായിട്ട് ഇടയായിത്തീരണം. മറ്റുള്ളവരുടെ ഭാരം ചുമക്കുന്ന അവിശ്വാസികളായിട്ട് നമ്മൾ തീരുമ്പോൾ അനേകർക്ക് നമ്മളൊരു ആശ്വാസമായിട്ട് തരും. അപ്പോൾ നമുക്ക് നമ്മളെ സദൃശവാക്യത്തിൽ വായിക്കുന്നുണ്ട്, തണുപ്പ് കൊടുക്കുന്നവന് തണുപ്പ് കിട്ടും, അല്ലെ? തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും, തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. അനേകർക്ക് തണുപ്പായി തീരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കും ഒരു തണുപ്പ് കിട്ടും. അനേകർക്ക് നമ്മൾ സംതൃപ്തി കൊടുക്കുമ്പോൾ നമുക്കും സംതൃപ്തി കിട്ടാനായിട്ട് ഇടയായിട്ട് തീരും. പൗലോസ് പറയുന്നു, എന്നെപ്പറ്റി വിചാരപ്പെടുന്ന ഒരു ദൈവജനമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം, സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമ്മളെ കരുതുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ദൈവജനത്തിന്റെ കൂട്ടമുണ്ട് എന്നുള്ളത് എത്ര ആശ്വാസകരമായ യാഥാർത്ഥ്യമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവജനത്തിന്റെ സമൂഹമുണ്ട്, അത് നമ്മളെ ആശ്വസിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. അപ്പോൾ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇത് കേവലം നിങ്ങളുടെ ഞാൻ വളരെ ലളിതമായി വളരെ പോയിന്റുകൾ മാത്രം പറഞ്ഞു പോകുന്നത് നിങ്ങളുടെ തുടർന്നുള്ള ചിന്തയ്ക്ക് വേണ്ടി ഞങ്ങൾ ഈ വേദഭാഗം വിട്ടു തരികയാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. അടുത്തതായിട്ട് 4ാമത്തെ ആശയത്തിലേക്ക് വരാം. 4ാമത്തെ ആശയം ഇതിന്റെ 6ാം വാക്യത്തിലാണ്, 7ാം വാക്യത്തിലാണ്. 7ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഇവിടെ എന്താണ് പൗലോസിന്റെ സംതൃപ്തിയുടെ കാരണം? ഇവിടെ പറയുന്ന ഒരു വാക്കുണ്ട്, ക്രിസ്തുവിലുള്ള സമാധാനം, ദൈവ സമാധാനം. ആ ദൈവ സമാധാനത്തിന് പൗലോസ് കൊടുത്തിരിക്കുന്ന ഒരു വിശേഷണമുണ്ട്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബുദ്ധിക്ക് അതീതമായി പ്രവർത്തിക്കുന്ന, നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറം പ്രവർത്തിക്കുന്ന സമാധാനം എന്നാണ് ഇതിന്റെ അർത്ഥം. നമുക്ക് മനസ്സിലാക്കാൻ, നമുക്ക് ബുദ്ധി കൊണ്ട് ദൈവം ഇത്രയൊക്കെ സമാധാനം തരുമെന്നുള്ളത് നമുക്ക് ചിലപ്പോൾ പ്രതീക്ഷിക്കാൻ കഴിയും. എന്നാൽ പൗലോസ് പറയുന്നു, നിങ്ങളുടെ ബുദ്ധിക്ക് അതീതമായ സമാധാനം, നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ, നിങ്ങളുടെ നിലവുകളെ ക്രിസ്തുയേശുവിങ്കൽ കാക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സമാധാനമാണ് നമ്മുടെ സംതൃപ്തിയുടെ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സമാധാനം. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല. അപ്പൊ എപ്പോഴാണ് ഈ സമാധാനം അനുഭവിക്കാൻ കഴിയുന്നത്? ഈ സമാധാനം അനുഭവിക്കുന്നതിന്റെ ഒരു ആശയം പൗലോസ് പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്ന. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും, അതെത്ര വലുതാണെങ്കിലും അതിനെക്കുറിച്ച് വിചാരപ്പെടണ്ട. പിന്നെ എന്ത് ചെയ്താൽ മതി? എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക, എത്ര വേണ്ടത്. അപ്പം നമ്മൾ വിചാരപ്പെടണ്ട. പിന്നെ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും സ്തോത്രത്തോടെ എന്ന് പറയുമ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. കാരണം പരാതിയില്ലാതെ, പരിഭവങ്ങളില്ലാതെ, ഈ നിമിഷം വരെ തന്ന എല്ലാ നന്മകളും ഓർത്തുകൊണ്ട് ദൈവത്തോട് അങ്ങ് പറഞ്ഞാൽ മതി. പറയുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ?
ദൈവത്തിന്റെ സമാധാനം ഇറങ്ങി വരും. ദൈവത്തിന്റെ സമാധാനം ഇറങ്ങി വരും. പ്രിയപ്പെട്ടവരെ, ആകുലത എപ്പോഴും സ്വയത്തിൽ വേരൂന്നിയതാണ്. നമ്മൾ ആകുലപ്പെടുന്ന എപ്പോഴും നമ്മളെ പറ്റി ചിന്തിച്ച് ഭാരപ്പെടുക. നമ്മുടെ സ്വയത്തിൽ നിന്നുകൊണ്ടാണ് ആകുലത വരുന്നത്. എന്നാൽ പ്രാർത്ഥന എന്ന് പറയുന്നുണ്ടല്ലോ, ദൈവത്തിൽ വേരൂന്നിയതാണ്. ആകുലത എപ്പോഴും പ്രശ്നങ്ങളിലേക്കാണ് നോക്കുന്നതാണ്. ആകുലത എപ്പോഴും പ്രശ്നങ്ങളിലേക്കാണ് നോക്കുന്നത്. നമ്മൾ ആകുലപ്പെട്ടിരിക്കുമ്പോൾ, ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ, നമ്മൾ ആങ്സൈറ്റി ഉണ്ടാവും, നമുക്കൊരു ആകുല ചിന്തയുണ്ടാവും. എപ്പോഴും നമ്മൾ ആ പ്രശ്നങ്ങളിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്നാൽ പ്രാർത്ഥനയുണ്ടല്ലോ, ദൈവത്തിലേക്കാണ് നോക്കുന്നത്. പ്രാർത്ഥനയിൽ നമ്മൾ ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ആകുല, നിന്റെ ഭാരം എൻ്റെ മേലിട്ടുകൊള്ളുക എന്നുള്ള ഇമ്പമുള്ള ശബ്ദം കേൾക്കാനായിട്ട് കഴിയും. അപ്പോൾ ആ ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വരും. ബുദ്ധിക്ക് അതീതമായ സമാധാനം തന്ന ദൈവം നമ്മളെ സൂക്ഷിക്കും. ദൈവസന്നിധിയിലേക്ക് ചെല്ല. ഭാരങ്ങൾ എന്താണെങ്കിലും ആ കാരാഗ്രഹത്തിന്റെ ആ തണുത്ത ആ മുറിയിൽ കിടന്നുകൊണ്ട്, ആ ആഴക്കുഴിയിൽ കിടന്നുകൊണ്ട് പൗലോസ് നോക്കിയത് തുറക്കപ്പെട്ട ആ സ്വർഗത്തിലെ കൃപാസനത്തിലേക്കാണ്, ദൈവമുഖത്തേക്കാണ്. തന്റെ ചുറ്റുമുള്ള ശബ്ദങ്ങളൊന്നും പൗലോസ് കേട്ടില്ല. തന്റെ ചുറ്റും ആ മുഴങ്ങുന്ന ഭീഷണിയുടെ യാതൊരു സ്വരവും പൗലോസ് കേട്ടില്ല. പൗലോസ് കേട്ടത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ശബ്ദമാണ്, ദൈവമുഖത്തേക്കാണ്. പ്രിയപ്പെട്ടവരെ, പൗലോസിന് ഒരു കാര്യം അറിയാമായിരുന്നു. താൻ ഏത് സ്ഥലത്ത് കിടക്കുന്ന സാഹചര്യമാണെങ്കിലും, ഏത് ദയനീയമായ സാഹചര്യത്തിലാണ് താൻ കിടക്കുന്നതെങ്കിലും, പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടെ ദൈവത്തോട് കാര്യങ്ങൾ പറയുമ്പോൾ, അവന്റെ മേലിറങ്ങി വരുന്ന, അവനോട് ചെവി ചായ്ച്ച് കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പൗലോസിനെ അനുഭവിച്ചറിഞ്ഞതാണ്. പൗലോസ് കടന്നുപോയ എല്ലാ ആപത്തുകളുടെയും നടുവിൽ പൗലോസ് അനുഭവിച്ചത് ഈ ദൈവത്തിന്റെ സമാധാനമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദൈവദാസൻ എത്ര അടി കൊണ്ടു? ആ 39ഓളം അടി 5 പ്രാവശ്യം കൊണ്ടെന്നാണ്. ഓരോ തവണയും ആ ചാട്ടവാറ ശരീരത്തിൽ പതിക്കുമ്പോൾ ആ ദൈവദാസൻ ദൈവമുഖത്തേക്കാണ് നോക്കിയത്, ദൈവത്തോടാണ് കാര്യങ്ങൾ പറഞ്ഞത്. പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടെ കാര്യങ്ങൾ അറിയിച്ചപ്പോൾ ആ ദൈവദാസൻ ഒരു കാര്യം മനസ്സിലായി. തന്റെ ശരീരത്തിലേറ്റ മുറിവുകളെ മായിച്ചു കളയുന്ന, തന്റെ ശരീരത്തിലേക്ക് എല്ലാ വേദനയെയും മായിച്ചു കളയുന്ന ദൈവത്തിന്റെ സമാധാനം ഇറങ്ങി വരുന്ന കാഴ്ച തനിക്ക് കാണാനായിട്ട് കഴിഞ്ഞു. പ്രിയപ്പെട്ടവർ, ഏത് ഭാരത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ് ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നതെങ്കിലും, എത്ര പ്രയാസകരമാണ് നിങ്ങളുടെ ജീവിത സാഹചര്യമെങ്കിലും, ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുമ്പോൾ സാധാരണ പ്രാർത്ഥനയ്ക്ക് 3 മറുപടികളുണ്ടെന്നാണ് പറയുന്നത്. യേസ് എന്ന് ദൈവം ചിലപ്പം പറയും, നോ എന്ന് ദൈവം ചിലപ്പം പറയും, വെയിറ്റ് എന്ന് പറയും എന്നാണ് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രി ഒരു കാര്യം പറയട്ടെ. ആ 3 മറുപടികളെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറഞ്ഞ, ഒരു സാധുവായ ഭക്തൻ മുഴങ്കാലിൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്ന ഓരോ നിമിഷവും ദൈവം മറുപടിയുമായി അവന്റെ അരികിൽ ഇറങ്ങി വരുന്നുണ്ട്. ദൈവം കൊടുക്കുന്ന ആദ്യത്തെ മറുപടി എന്താണെന്നറിയാമോ? എൻ്റെ കുഞ്ഞേ, എൻ്റെ സമാധാനം ഞാൻ നിനക്ക് തരികയാണ്. നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതല്ല ആദ്യത്തെ കാര്യം. എൻ്റെ സമാധാനം നീ അനുഭവിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. നീ ആ സമാധാനത്തിന്റെ മാധുര്യം ഒന്ന് അനുഭവിക്കണം. ആ സമാധാനത്തിന്റെ ആ മഹത്വം നീ ഒന്ന് മനസ്സിലാക്കണം. നിന്റെ സമാധാനത്തിന് വേണ്ടിയാണ് എൻ്റെ ശരീരം ഞാൻ ആഴത്തിൽ മുറിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തത്. നിന്റെ സമാധാനത്തിനുള്ള ശിക്ഷയാണ് എൻ്റെ മേലായത്. നീ എൻ്റെ സമാധാനത്തിന്റെ മഹത്വം എന്ന് അനുഭവിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയാൽ അപേക്ഷയാൽ സ്തോത്രത്തോടെ കൃപാസനത്തിലേക്ക് ചെല്ല. ഇമ്പമുള്ള ആ ശബ്ദം കേൾക്കാൻ കഴിയും. എൻ്റെ സമാധാനം ഞാൻ നിനക്ക് തരുന്നു. ദൈവത്തിന്റെ സമാധാനം, സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം, സകല പ്രശ്നങ്ങളുടെയും മീതെ വ്യാപരിക്കുന്ന സമാധാനം. ആ ദൈവത്തിന്റെ സമാധാനം അനുഭവിച്ചിട്ടുണ്ടോ? അനുഭവിക്കുന്നവർ സംതൃപ്തിയോടെ ജീവിക്കും. പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും, ദൈവത്തിന്റെ ദാസൻ പാടിയതുപോലെ, രോഗം എന്നെ പിടിച്ചൻ ദേഹം ക്ഷയിച്ചാലും, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ സംതൃപ്തിയോടെ പോകാൻ കഴിയും. സംതൃപ്തിയോടെ പോകാൻ കഴിയും. ദൈവത്തിന്റെ സമാധാനം അനുഭവിച്ചാൽ മതി. ദൈവം എല്ലാ പ്രശ്നങ്ങളും മാറ്റിത്തരുന്നതല്ല പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തിന്റെ സമാധാനം ജീവിതത്തിൽ അനുഭവിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവിന്റെ സമാധാനം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് ഇടയായിരുത്തട്ടെ. ഇനി 5ാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. എന്താണ് പൗലോസിനെ സംതൃപ്തിപ്പെടുത്തുന്ന 5ാമത്തെ കാര്യം?
അഞ്ചാമത്തെ കാര്യം, ഇതിന്റെ 13 വാക്യം നമുക്ക് ഏറ്റവും പരിചിതമായ ഒരു വാക്യമാണ്. 13 വാക്യം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. പൗലോസ് എന്താ സംതൃപ്തിയുടെ കാര്യം? പൗലോസ് പറയും, ഞാൻ ശക്തനാ, ക്രിസ്തുവിൽ എനിക്ക് ശക്തിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിലുള്ള ശക്തിയാണ് എൻ്റെ സംതൃപ്തിയുടെ മാനദണ്ഡം. ഈ വാക്യം JB ഫിലിപ്സ് എന്ന് പറയുന്ന ദൈവദാസൻ ഇങ്ങനെയാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്: ഐ ആം റെഡി ഫോർ എനിത്തിങ് ത്രൂ ദ സ്ട്രെങ്ത് ഓഫ് ദ വൺ ഹൂ ലിവ്സ് ഇൻ മീ. എന്നിൽ ജീവിക്കുന്നവന്റെ ശക്തിയാൽ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഞാൻ റെഡിയാണ്. എന്നിൽ ജീവിക്കുന്നവന്റെ ശക്തിയാൽ ഞാൻ എന്ത് കാര്യം ചെയ്യാനും തയ്യാറാണ്. അതാണ് എനിക്കുള്ള ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശക്തിയല്ല, ദൈവത്തിന്റെ ശക്തി, നമ്മിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി. നമ്മെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. കർത്താവ് പൗലോസിനോട് പറഞ്ഞ അനുഗ്രഹീതമായ പ്രസ്താവന നമുക്കറിയാം. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം നമുക്ക് കാണാപ്പാടം അറിയാവുന്ന വാക്യമാണ്: എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ഏത് ബലഹീനമായ സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെങ്കിലും, എത്ര ശരീരം ക്ഷയിച്ചു പോയ സാഹചര്യമാണ് നമ്മുടെ ജീവിതത്തിലുള്ളതെങ്കിലും, പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൽ നമുക്ക് ശക്തിയുണ്ട്. അല്ലെ, നമ്മുടെ ഗത്സമനയുടെ ഇടത്തേക്കൊന്ന് നോക്ക്. നമ്മുടെ കർത്താവ് പ്രാണവേദനയിലായി, അവൻ പൊടിയിലേക്ക് വീഴുകയാണ്. അവന്റെ വിയർപ്പ് തുള്ളികൾ വലിയ രക്തത്തുള്ളികൾ പോലെയാകുകയാണ്. പിതാവിനോട് പറഞ്ഞു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം തന്നെയാകട്ടെ. അങ്ങനെ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചപ്പോൾ സ്വർഗം കൊടുത്ത മറുപടി: മകനെ, ഈ പാനപാത്രം മാറ്റുക അസാധ്യമാണ്. എന്നാൽ അടുത്ത നിമിഷങ്ങളിൽ നാം കാണുന്ന മനോഹരമായ ഒരു കാഴ്ച, സ്വർഗത്തിൽ നിന്ന് അവനെ ശക്തിപ്പെടുത്തുന്ന ഒരു കാഴ്ച. പ്രിയപ്പെട്ടവരെ, ചില പാനപാത്രങ്ങൾ നമ്മൾ കുടിക്കാതെ മാറിപ്പോകത്തില്ല, ചില വേദനകൾ നമ്മൾ ചുമക്കാതെ മാറിപ്പോകത്തില്ല, ചില രോഗങ്ങൾ നമ്മുടെ ആയുസിന്റെ അവസാനം വരെ നമ്മളെ വേട്ടയാടി എന്ന് വന്നേക്കാം. പൗലോസിനോട് പറഞ്ഞു, എൻ്റെ മകനെ, എൻ്റെ കൃപയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളത്, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അർത്ഥം: സൗഖ്യം ലഭിക്കുന്നതിനേക്കാൾ നല്ലത് നീ എൻ്റെ കൃപ അനുഭവിക്കുന്നതാണ്. സൗഖ്യം ലഭിക്കുന്നതിനേക്കാൾ നല്ലത് കൃപ അനുഭവിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവകൃപ മതിയായതാണ് കേട്ടോ. പലരും തുടർച്ചയായിട്ട് ക്ഷീണിതരായ രോഗികളായിട്ടൊക്കെ കഴിയുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. എന്നാൽ അവരുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് ദൈവകൃപ ഇറങ്ങി വരുന്നുണ്ട്. അവരുടെ കിടക്കയുടെ ചേർന്നിരുന്ന് കർത്താവിന്റെ ആശ്വസിപ്പിക്കുന്ന ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ട്. ആ ശബ്ദം കേൾക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാകും: നമ്മുടെ സ്വന്തം ശക്തിയിലല്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ശക്തിപ്പെടാം, കർത്താവിൽ ശക്തിപ്പെടാം. നമുക്ക് ശക്തിപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം ഈ വചനം എന്ന മായമില്ലാത്ത പാല് കുടിക്കുകയാണ്. വചനം മാഞ്ഞു പോകത്തില്ല. വചനം നമ്മുടെ ഹൃദയത്തിൽ തന്നെ നിലനിർത്തും. ദൈവത്തിന്റെ വചനത്തിന് നമ്മളെ ആശ്വസിപ്പിക്കാനായിട്ട് കഴിയും, ശക്തിപ്പെടുത്താൻ കഴിയും. ജീവിതത്തിന് ഏത് ബലഹീനമാക്കപ്പെടുന്ന സാഹചര്യങ്ങളിലും ദൈവത്തിന്റെ വചനം പോലെ നമ്മളെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന, നമ്മളെ ധൈര്യപ്പെടുത്താൻ കഴിയുന്ന, നമ്മളെ ബലപ്പെടുത്താൻ കഴിയുന്ന മറ്റൊന്നില്ല. വചനത്തിൽ നമുക്ക് ശക്തിപ്പെടാം, പ്രാർത്ഥനയിൽ നമുക്ക് ശക്തിപ്പെടാം, കൂട്ടായ്മയിൽ നമുക്ക് ശക്തിപ്പെടാം, ആത്മീക ബലം നമുക്ക് നേടാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആത്മീക ശക്തിയുണ്ടോ? അതോ ക്ഷണികമായ ചെറിയ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് വാടിപ്പോകുന്നവരാണോ നമ്മൾ? പെട്ടെന്ന് തളർന്നു പോകുന്നവരാണോ നമ്മൾ? പ്രിയപ്പെട്ടവരെ, കർത്താവിൽ ശക്തി നമുക്ക് നേടാം. കർത്താവിന് വേണ്ടി ജീവിപ്പാൻ കർത്താവ് നൽകുന്ന ശക്തി കൂടാതെ നമുക്ക് കഴിയത്തില്ല. കർത്താവിൽ നമുക്ക് ശക്തിപ്പെടാം. ദൈവത്തിന്റെ ആത്മാവിനാൽ ശക്തിപ്പെട്ട് കർത്താവിന്റെ വേല ചെയ്യുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് തരുന്ന ശക്തി അനുഭവിപ്പാൻ നമുക്കിടയായി തീരട്ടെ. പൗലോസ് പറയുന്നു, I can do all things through Christ who strengthens me.
എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഈ തടവറയായിക്കൊള്ളട്ടെ, ബുദ്ധിമുട്ടായിക്കൊള്ളട്ടെ, ആപത്തായിക്കൊള്ളട്ടെ, വാളായിക്കൊള്ളട്ടെ, നഗ്നതയായിക്കൊള്ളട്ടെ, എന്തു തന്നെ ജീവിതത്തിൽ വന്നാലും നേരിടാൻ എൻ്റെ സ്വയം കഴിവുകൊണ്ട് എനിക്ക് കഴിയത്തില്ല. എന്നാൽ എന്നെ ശക്തിപ്പെടുത്തുന്ന ഒരുവനുണ്ട്. എനിക്ക് എത്രത്തോളം ശക്തി ആവശ്യമാണോ അത്രത്തോളം ശക്തി തന്ന്, അത്രത്തോളം ശക്തി തന്ന്, അത്രത്തോളം കൃപ തന്ന് എന്നെ നടത്താൻ കഴിയുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൽ ശക്തിപ്പെടാം. ഇനി 6ാമത്തെ ആശയത്തിലേക്ക് നമുക്ക് വരാം. എന്താണ് പൗലോസിന്റെ സംതൃപ്തിയുടെ കാരണം? നമ്മൾ ഇതുവരെ 5 ആശയങ്ങൾ നമ്മൾ ചിന്തിച്ചു. ആ 5 ആശയങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു ചിന്ത. ലളിതമായ ചില ചിന്തകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. 1ാമത്തെ കാര്യം നമ്മൾ കണ്ടു, ജീവപുസ്തകത്തിൽ നമ്മുടെ പേരുണ്ട്. 2, നമ്മൾ കണ്ടു നമ്മുടെ ചിന്താ ജീവിതം, വചനം നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് സംതൃപ്തി ലഭിക്കും എന്നുള്ള കാര്യം നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. 3, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവജനമുണ്ട്, അത് നമ്മുടെ സംതൃപ്തിയുടെ അടിസ്ഥാനമാണ് എന്ന് നാം കണ്ടു. 4ാമതായി നാം കണ്ടു, ക്രിസ്തുവിലുള്ള സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനമുണ്ട്, അത് നമ്മുടെ സംതൃപ്തിയുടെ അടിസ്ഥാനമാണ് എന്ന് കണ്ടു. 5ാമതായി നാം കണ്ടു, നമ്മുടെ എല്ലാ ബലഹീന നിമിഷങ്ങളിലും, ഏറ്റവും ശക്തി ചോരുന്ന നിമിഷങ്ങളിലും നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്, അതാണ് നമ്മുടെ സംതൃപ്തിയുടെ അടിസ്ഥാനം എന്നും കാണാനായിട്ട് കഴിഞ്ഞു. അടുത്തതായി 6ാമതായി പൗലോസിനോട് ചോദിക്കുക, പൗലോസെ എന്താണ് സംതൃപ്തിയുടെ കാര്യം? 6ാമത്തെ കാര്യം ഇതിന്റെ 19ാം വാക്യം, 4ാം അധ്യായത്തിന്റെ 19ാം വാക്യം, 4:19. ആ വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. എന്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് പൗലോസിന്റെ സംതൃപ്തിയുടെ മാനദണ്ഡം? പൗലോസ് ഇങ്ങനെ പറയും, ക്രിസ്തുവിൽ എനിക്കുള്ള ധനം, എന്റെ ബുദ്ധിമുട്ട് എന്തു തന്നെയാണെങ്കിലും അത് പൂർണ്ണമായിട്ട് തീർത്തു തരുന്ന ഒരു ദൈവം. ഈ വാക്യത്തെ കുറിച്ച് D.L. മൂഡി പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ ബ്ലാങ്ക് ചെക്കാണെന്നാ. ദൈവം ഒരു ചെക്ക് നമ്മുടെ പേരെഴുതി ഇങ്ങോട്ട് തന്നിട്ട് അടിയിൽ ഒപ്പിട്ടിട്ടുണ്ട്. എത്ര തുക വേണേലും എഴുതിയെടുക്കാം. ദൈവത്തിന്റെ ബ്ലാങ്ക് ചെക്കാണിത് ഈ വാക്യം എന്ന് പറയുന്നത്. ഈ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നമ്മൾ പലയാവർത്തി ധ്യാനിച്ചിട്ടുള്ള വാക്യമാണ്. എന്നാൽ ഈ വാക്യം പറയുന്ന മനോഹരമായ 5 ആശയങ്ങളുണ്ട്. 1ാമത്തെ ആശയം എന്താണെന്ന് അറിയാമോ? എന്റെ ദൈവം, പൗലോസ് പറയുകയാണ്, എന്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ തീർത്തു തരും. അഥവാ നമ്മുടെ ബുദ്ധിമുട്ട് തീർക്കുന്ന ഒരു ദൈവമുണ്ട്. 2, ആ ദൈവം എങ്ങനെ തീർക്കും? മഹത്വത്തോടെ തീർത്തു തരുന്ന ഒരു ദൈവമുണ്ട്. 3, തന്റെ ധനത്തിനൊത്തവണ്ണം തീർത്തു തരുന്ന ഒരു ദൈവമുണ്ട്. 4, ക്രിസ്തുയേശുവിൽ തീർത്തു തരുന്ന ഒരു ദൈവമുണ്ട്. 5, പൂർണ്ണമായിട്ട് തീർത്തു തരുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവദാസന്മാർ എന്നുള്ള നിലയിൽ പലപ്പോഴും ഈ ശുശ്രൂഷ രംഗത്തിറങ്ങിയ നിമിഷം മുതൽ ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ സംതൃപ്തി എന്ന് പറയുന്നത് ബുദ്ധിമുട്ടിന്റെ വേളകളിൽ, ആവശ്യ ഭാരങ്ങളിൽ ഇറങ്ങി വന്ന പൂർണ്ണമായിട്ട് കുറച്ച് തന്നേക്കാം കേട്ടോ, കുറച്ചൊക്കെ സഹായിക്കാം കേട്ടോ, ബാക്കി നീ കണ്ടെത്തിക്കോ എന്ന് പറഞ്ഞു പോകുന്ന ഒരു ദൈവത്തെ അല്ല സേവിക്കുന്നത്, പൂർണ്ണമായിട്ട് തീർത്തു തരുന്ന ഒരു ദൈവം. കാൽവറിയിലെ ക്രൂശിൽ അവൻ അവസാനം പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, ടെറ്റലസ്റ്റായി എന്ന് പറയുന്ന പദം. ആ പദത്തിന്റെ അർത്ഥം പൂർണ്ണമായിട്ട് കടം കൊടുത്തു തീർത്തെന്നാണ്. അന്ന് മുതൽ ഇന്ന് വരെ ആത്മീക ജീവിതത്തിലുള്ള സുവിശേഷകൻ എന്ന നിലയിൽ അഭിമാനത്തോടെ ഞാൻ പറയട്ടെ, എന്റെ എല്ലാ ബുദ്ധിമുട്ടുകളുടെയും മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് പകുതി തീർത്തു തന്നേക്കാമെന്നും 1/4% തീർത്തു തന്നേക്കാമെന്നും പറഞ്ഞു പോയ ഒരു ദൈവത്തെയല്ല സേവിച്ചത്, പൂർണ്ണമായിട്ട് അവൻ തീർത്തു തന്നിട്ടുണ്ട്. എന്റെ ബുദ്ധിമുട്ടൊക്കെ പൂർണ്ണമായി എങ്ങനെ തീർത്തു തന്നു? മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം. അല്ലേ? ഇത് പറയുമ്പോൾ സാധാരണ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു കഥയായിരിക്കാം, എങ്കിലും ഒരു വാക്ക് ഇങ്ങനെ ചേർത്ത് പറയട്ടെ. അലക്സാണ്ടർ, മഹാനായ അലക്സാണ്ടർ എന്നാണ് അദ്ദേഹം പറയപ്പെടുന്നത്, അലക്സാണ്ടർ ദ ഗ്രേറ്റ്. അദ്ദേഹം തന്റെ ഒരു സേവകൻ ഒരിക്കൽ അദ്ദേഹത്തോട് വന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹമാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ അലക്സാണ്ടർ അദ്ദേഹത്തിന്റെ ആളുകളെ വിളിച്ചേച്ച് പറഞ്ഞു, ഇവനാവശ്യമായ സഹായം കൊടുത്തേക്കാൻ പറഞ്ഞു. ആ ആളുകൾ പോയി ഖജനാവിൽ നിന്ന്, ട്രഷറിയിൽ നിന്ന് വലിയ ഒരു സമ്മാനം, വലിയൊരു സംഭാവന ഈ മനുഷ്യന്റെ കൈ കൊണ്ട് കൊടുത്തു, ഈ സേവകന്റെ കൈ കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, അലക്സാണ്ടർ ചക്രവർത്തിയോട് പറഞ്ഞു, രാജാവേ, എനിക്ക് ഇത്രയും വലിയ സഹായമൊന്നും അങ്ങ് തരണ്ട, എന്റെ മകളുടെ വിവാഹം ഒന്ന് നടക്കണം, അത്രേ ആവശ്യം എനിക്കുള്ളൂ. അലക്സാണ്ടർ പറഞ്ഞ ഒരു മറുപടി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ചോദിച്ചത് നീയാണെങ്കിലും തരുന്നത് മഹാനായ അലക്സാണ്ടർ ആണ്. പ്രിയപ്പെട്ടവരെ, നമ്മളാണ്, സാധുക്കളാണ്, ബലഹീനരാണ്, ഒന്നുമില്ലാത്തവരാണ് ചോദിക്കുന്നതെങ്കിലും ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് മറുപടി തരുന്നവൻ ആരാണെന്നറിയാമോ? മഹത്വത്തിന്റെ ദൈവമാണ്. മഹത്വത്തിന്റെ രാജാവ് ആരാണെന്ന് ദാവീദ് 24-ാം സങ്കീർത്തനത്തിൽ ചോദിച്ചിട്ട് ഇന്ന് വരെ ഒറ്റ മറുപടിയെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ബലവാനും യുദ്ധവീരനുമായ യഹോവ, അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്. മഹത്വത്തിന്റെ രാജാവ് അവൻ മാത്രമാണ്, മറ്റൊരാളും എഴുന്നേറ്റ് വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഇന്ന് രാത്രി ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബുദ്ധിമുട്ട് എന്തൊക്കെയാണെങ്കിലും ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായി ക്രിസ്തുവിൽ തന്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്തു തരുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. നമ്മുടെ ബുദ്ധിമുട്ട് മാനസികമാവാം, ശാരീരികമാകാം, സാമ്പത്തികമാകാം, ആത്മീകമാകാം. ബുദ്ധിമുട്ട് ഏത് മേഖലകളിലാണെങ്കിലും ആ ബുദ്ധിമുട്ടുകളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരാൻ കഴിയുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ട് തീർത്തു തരും എന്നുള്ളത് ഈ വചനത്തിന് ഉറപ്പായതുകൊണ്ടാണ് ആമേൻ പറഞ്ഞ് ഇതിന് നമുക്ക് ദൈവത്തോട് അനുസരണം കാണിക്കാം. പൗലോസ് പറയുന്നു, ഞാൻ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത്, എന്നാൽ എനിക്കൊരു കാര്യം അറിയാം, എൻ്റെ ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ട് തീർത്തു തരുന്ന ഒരു ദൈവമുണ്ട്. ഫിലിപ്പിയ വിശ്വാസികളോട് പറയുന്നു, ഫിലിപ്പിയ വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ട് തീർത്തു തരുന്ന ഒരു ദൈവമുണ്ട്. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോണം, അതൊന്ന് ചേർത്ത് പറയേണ്ട ഒരു ഉത്തരവാദിത്തമാണല്ലോ. ഇതിന് 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. തെസലോനിക്കയിലും നിങ്ങൾ എൻ്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ 1-2 വട്ടം അയച്ചു തന്നു. പൗലോസിന്റെ ബുദ്ധിമുട്ട് ആര് തീർത്തു? ഫിലിപ്പിയ വിശ്വാസികള് തീർത്തു. അപ്പം പൗലോസിന്റെ ബുദ്ധിമുട്ട് തീർത്ത ഫിലിപ്പിയ വിശ്വാസികളോട് പറഞ്ഞു, വിശ്വാസികളെ, നിങ്ങൾ വളരെ ബുദ്ധിമുട്ടിൽ നിന്നാണ് എൻ്റെ ബുദ്ധിമുട്ട് തീർത്തത്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ഓർത്തോ, നിങ്ങളുടെ ബുദ്ധിമുട്ട് തീർക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ചെയ്യുന്ന ഒന്നും നാം മറന്നു കളയാൻ തക്കവണ്ണം, നാം ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ചെയ്യുന്ന ഒന്നും മറന്നു കളയാൻ തക്കവണ്ണം അനീതിയുള്ള ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മൾ കൊടുക്കുന്നതിനെ 100 ഇരട്ടിയായിട്ട്, 100 മടങ്ങായിട്ട് അമർത്തി കുലുക്കി കവിയുന്ന ഒരു പ്രതിഫലം നൽകി ആദരിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ സമയം അവസാനിക്കുന്ന നിമിഷങ്ങളായല്ലോ. അതുകൊണ്ട് ഞാൻ ഇതിന്റെ ഒടുവിലത്തെ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. 7-ാമത്തെ കാര്യം എന്താണ്? പൗലോസെ സംതൃപ്തി. പൗലോസ് പറയുന്ന കാര്യം ഇതിന്റെ 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യമാണ്. ചാപ്റ്റർ 4 വേഴ്സ് 5. 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. പൗലോസെ, എന്താ സംതൃപ്തിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്? പൗലോസ് ഒറ്റ വാക്കിൽ എല്ലാം സംഗ്രഹിച്ചിട്ട് ഇങ്ങനെ പറയും. എന്താണ് ഈ കാരാഗ്രഹത്തിന്റെ ഈ തണുത്ത ഈ തറയിൽ കിടക്കുമ്പോൾ, ഈ ആഴക്കുഴിയിൽ കിടക്കുമ്പോൾ എന്നെ സംതൃപ്തിപ്പെടുത്തുന്ന കാര്യം എന്താണെന്നറിയാമോ? കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. നമ്മുടെ കർത്താവ് വരും. പ്രിയപ്പെട്ടവരെ, ഇതാണ് സംതൃപ്തിയുടെ അടിസ്ഥാനം എന്ന് പറയുന്ന ഏറ്റവും വലിയ കാര്യം. ഈ ഭൂമിയിലുള്ള ഒന്നിനും നമുക്ക് സംതൃപ്തി തരാൻ കഴിയത്തില്ല കേട്ടോ. ഈ ഭൂമിയിൽ സംതൃപ്തി നമുക്ക് ലഭിക്കുമെന്ന് കരുതുന്ന പലയിടങ്ങളും അതൃപ്തി മാത്രം സമ്മാനിക്കുമ്പോൾ ഒരു ദിവസം വരാനായിട്ട് പോവുകയാണ്, നമ്മളെ സംതൃപ്തിപ്പെടുത്തുന്ന ഒരു ദിവസം വരാനായിട്ട് പോവുകയാണ്. 17-ാം സങ്കീർത്തനത്തിന്റെ അവസാനത്തെ വാക്യം അല്ലെ, അതിന്റെ 15-ാമത്തെ വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. 17-ാം സങ്കീർത്തനത്തിന്റെ 15-ാമത്തെ വാക്യം നമുക്ക് അറിയാവുന്ന വാക്യമാണല്ലോ. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ഞാൻ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉണരുന്ന മനോഹരമായ ഒരു ദിവസമുണ്ട്. അവന്റെ മുഖം കണ്ട് നമ്മൾ തൃപ്തി അടയുന്ന മനോഹരമായ ഒരു ദിവസം. അന്ന് നമ്മുടെ ജീവിതത്തിൽ എല്ലാ സംതൃപ്തികളും അവസാനിക്കും. നമ്മുടെ എല്ലാ പരാതികളും, എല്ലാ പരിഭവങ്ങളും അവസാനിക്കും. വെളിപ്പാട് പുസ്തകം അവസാനിക്കും മുമ്പേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്, ഇനി മരണം ഉണ്ടാകുകയില്ല. അതിനുശേഷം പറയുന്ന മനോഹരമായ ഒരു പ്രസ്താവന പലപ്പോഴും എൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിച്ചിട്ടുള്ള ഒരു വാക്യാണ്. അവൻ തന്നെ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് തുടച്ചു കളയും. എത്ര മനോഹരമായ ഒരു ആശയമാ! ഈ പ്രപഞ്ചത്തെ മുഴുവൻ വിരിച്ച കരങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, കാൽവരിയിലെ ക്രൂശിൽ എനിക്ക് വേണ്ടി ആണികൾക്കായിട്ട് അടിക്കാൻ ഏൽപ്പിച്ച ആ കരങ്ങൾ സാധുവായി എൻ്റെ കണ്ണിന്റെ നേരെ നീണ്ടുവരും. അവസാനത്തെ തുള്ളി കണ്ണുനീര് അവന്റെ കരം കൊണ്ട് എൻ്റെ കണ്ണിൽ നിന്ന് തുടച്ചു. ആ മനോഹരമായ ദിവസം അടുക്കവാതിൽക്കലാണ്. ഈ പ്രത്യാശയോടെയാണ് അന്ന് പൗലോസ് ജീവിച്ചതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, പൗലോസിനെ തുടർന്ന് ഭക്തന്മാരായ ദൈവദാസന്മാർ, ഈ 1-ാം നൂറ്റാണ്ടിലെ ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാം. കൊളോസിയങ്ങൾ എന്നറിയപ്പെടുന്ന വിശന്നു വലയുന്ന സിംഹങ്ങളുടെ മുമ്പിലേക്കാണ് ഭക്തരായ ആളുകളെ കൊണ്ട് വിളിച്ചെറിയുന്നത്. ആ ദിവസങ്ങളിൽ
യഹൂദ മതവിശ്വാസത്തിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന അനേക സ്ത്രീകൾ, ചെറുപ്പക്കാരായ പെൺകുട്ടികൾ, അവരുടെയൊക്കെ വീടുകളിലേക്ക് രാത്രി, ഈ ദമ്പതികളൊക്കെ താമസിക്കുന്ന വീടുകളിലേക്ക് രാത്രി റോമൻ ചക്രവർത്തിയുടെ നീറോയുടെ പടയാളികൾ ഇരച്ചു കയറിയിട്ട് അമ്മയുടെ മാറിൽ ചുരുണ്ട് കിടന്നുറങ്ങുന്ന കുഞ്ഞുങ്ങളെ വലിച്ചെടുത്തുകൊണ്ട് പോകും. അമ്മയുടെ മാറിൽ നിന്ന് വലിച്ചെടുത്തുകൊണ്ട് പോയി കൊളോസിയങ്ങളിൽ വിശന്ന് വലയുന്ന സിംഹങ്ങളുടെ മുമ്പിലേക്ക് വലിച്ചെറിയും. അങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുമ്പോൾ അമ്മമാർ അവസാനം നിറകണ്ണുകളോടെ എങ്കിലും പ്രത്യാശ തുടിക്കുന്ന വാക്കുകളിൽ ഇങ്ങനെ പറഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ യാത്രയാക്കുന്നതെന്ന് ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ വാക്ക് തിരുവചനത്തിലെ ഒരു വാക്കാണ് മാറാനാഥ. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? നമ്മുടെ കർത്താവ് വരുന്നു. കുഞ്ഞെ, ഇപ്പോൾ നിന്നെ സിംഹങ്ങൾ വലിച്ചു കീറിയാലും നിന്റെ അസ്ഥി പോലും ശേഷിക്കയില്ലെങ്കിലും ഒരു മനോഹരമായ ദിവസം വരുന്നുണ്ട്. അന്ന് നമ്മുടെ കർത്താവ് വരുന്ന ദിവസത്തിൽ നമ്മൾ ജീവിച്ചതും നമ്മൾ മരിച്ചതും നമ്മൾ സേവിച്ചതുമായ നമ്മുടെ അരുമനാഥൻ വരുന്ന ദിവസത്തിൽ ആ മനോഹര തീരത്ത് തേജസ്സോടെ നിന്നെ കണ്ടുമുട്ടാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏറ്റവും വലിയ സംതൃപ്തിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് വരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ കർത്താവിന്റെ വേല ചെയ്യുന്നത് ഈ ഭൂമിയിൽ ആരെങ്കിലും നമ്മളെ തൃപ്തിപ്പെടുത്തുമെന്നുള്ള പ്രതീക്ഷയോടെയല്ല. നമ്മുടെ കർത്താവിന്റെ അരികിലുള്ള സംതൃപ്തി, ദൈവത്തിന്റെ ദാസൻ പറഞ്ഞതുപോലെ, ഞാൻ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ആ മനോഹരമായ ദിവസം അടുക്കെ വാതിൽക്കലാണ്. ഭക്തന്മാർ പ്രത്യാശയോടെ കാത്തിരുന്നത്, പൗലോസ് ആ റോമൻ കാരാഗൃഹത്തിൽ പ്രത്യാശയോടെ കാത്തിരുന്നത്, ദൈവത്തിന്റെ ദാസന്മാർ തീപ്പന്തങ്ങളായി എരിഞ്ഞു തീർന്നത് ആ മനോഹര ദിവസത്തിന്റെ പ്രത്യാശയോടെയാണ്. ഇന്നും ഉത്തർപ്രദേശിന്റെ മണ്ണിൽ ദൈവത്തിന്റെ ദാസന്മാർ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് സേവിക്കുന്നത് ഈ നല്ല കർത്താവിനെ വരവിലുള്ള പ്രത്യാശയോടുകൂടെയാണ്. നൈജീരിയയുടെ മണ്ണിൽ ഓരോ ദിവസവും എരിഞ്ഞ് ദൈവത്തിന്റെ ജനം തീരുന്നത് ഈ പ്രത്യാശയോടെയാണ്. ഗ്രഹാം സ്റ്റീൻസും പിഞ്ചു കുഞ്ഞുങ്ങളും ഒറീസയുടെ മണ്ണിൽ ചാരമായി തീർന്നത് ഈ പ്രത്യാശയോടെയാണ്. നമുക്ക് ആ പ്രത്യാശയുണ്ടോ? വരവിനായിട്ട് നമുക്ക് ഒരുങ്ങാം. നമ്മുടെ പ്രത്യാശയെ ഉണർത്താം. പ്രിയപ്പെട്ടവരെ, നമുക്ക് സംതൃപ്തിയോടെ ജീവിക്കാം. ലോകം തരുന്ന സംതൃപ്തിയിലേക്ക് നോക്കണ്ട. ലോകം തരുന്ന സംതൃപ്തികളൊക്കെ താൽക്കാലികവും ക്ഷണികവുമാണ്. ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ സംതൃപ്തിയുടെ അടിസ്ഥാനം എന്താണ്? ജീവ പുസ്തകത്തിൽ എൻ്റെ പേരുണ്ടല്ലോ, ആരും ഒരു നാളും മായ്ച്ചു കളയത്തില്ലല്ലോ. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി ദൈവത്തിന്റെ വചനം ദൈവം നമുക്ക് തന്നിട്ടുണ്ടല്ലോ. നമുക്ക് ദൈവത്തോടെ നന്ദി പറയാം. മൂന്നാമതായി നാം ഓർത്തതുപോലെ, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ കരുതുന്ന, നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുന്ന ഒരു ദൈവജനം നമുക്കുണ്ടല്ലോ. നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. സംതൃപ്തരായിട്ട് നമുക്ക് ജീവിക്കാം. പ്രിയപ്പെട്ടവരെ, സർവ്വബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിൽ കാക്കുമല്ലോ. നമുക്ക് കർത്താവിൽ സംതൃപ്തിപ്പെടാം. മാത്രമല്ല, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. നമ്മെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവം ഉണ്ടല്ലോ. നമുക്ക് ക്രിസ്തുവിൽ സംതൃപ്തി അണയാം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബുദ്ധിമുട്ട് എന്ത് തന്നെയാണെങ്കിലും അതൊക്കെ ക്രിസ്തുവേശുവിൽ മഹത്വത്തോടെ തന്നെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായിട്ട് തീർത്തെറിഞ്ഞ ഒരു ദൈവം ഉണ്ടല്ലോ. വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കുന്ന ഒരു ദൈവം. എന്റെ പ്രിയപ്പെട്ടവരെ, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ, അവൻ അങ്ങനെ തന്നെ ചെയ്യും. നമുക്ക് സംതൃപ്തി അണയാം. നമ്മുടെ കർത്താവ് വരുന്നു. അതല്ലേ നമ്മുടെ സംതൃപ്തിയുടെ ഏറ്റവും വലിയ ലക്ഷണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. സംതൃപ്തമായ ഒരു ജീവൻ നയിപ്പാൻ കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. എളിയവനെയും നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക. കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ, കർത്താവ് നൽകുന്ന എളിയ അവസരങ്ങളിൽ കർത്താവിനെ സ്നേഹിക്കുവാൻ, സേവിക്കുവാൻ നിങ്ങളോട് ഒരുമിച്ച് ഈ മനോഹരമായ കൂട്ടായ്മ ഇങ്ങനെ ഒരുക്കി തന്നതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിന്റെ ദാസന്മാരോട് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഈ പ്രോഗ്രാമിൽ കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹത്തെയും അറിയിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ അറിയിക്കുകയാണ്. ഇന്നും കടന്നു വന്ന ഗർഭദാസൻ തോമസിൽ നിന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ചിന്തകളാണ് നാം കേട്ടത്. ക്രിസ്തീയ സംതൃപ്തിയുടെ രഹസ്യം 7 കാര്യങ്ങൾ താൻ പറയുകയുണ്ടായി. നാം അതെല്ലാം കേട്ട് നാം വളരെ ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്ന് കഷ്ടത അനുഭവിക്കുന്ന സമയത്തും കൂടി ദൈവത്തെ താൻ മഹത്വപ്പെടുത്തുന്നു, മറ്റുള്ളവർക്ക് ധൈര്യം കൊടുക്കുന്നു. ആ വചനങ്ങൾ തീർച്ചയായിട്ടും നമ്മളെയും ധൈര്യപ്പെടുത്തുന്നതാണ്. ഓർപ്പിച്ചതുപോലെ
വചനത്തിൽ ഓർപ്പിച്ചതുപോലെ മറ്റുള്ളവരെ നമുക്ക് സഹായിക്കാം, മറ്റുള്ളവരെ നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. എന്നെ ശക്തനാകുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നെന്ന് പൗലോസ് പറയുന്ന പോലെ നമ്മൾ ശക്തരായിട്ട് ദൈവത്തിന്റെ പേര് നമുക്ക് ഇനി തുടരാം. അതുപോലെ 2 ഗാനങ്ങൾ പാടുവാൻ പറ്റണം. ഉപയോഗിച്ചു വളരെ നല്ല ഒരു വോയിസിന്റെ ഉടമയാണ് ദേവദാസൻ. നമുക്കിന്ന് വളരെയധികം പാട്ട് കേട്ട് സന്തോഷിപ്പാൻ ദൈവത്തിനായിട്ട് ദൈവത്തെ നമ്മൾ സ്തോത്രം ചെയ്യുന്നു. എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച ഈ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് അനേക പ്രിയപ്പെട്ടവർ വളരെ സന്തോഷത്തോടെയാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് കടന്നു വരുന്നത്. ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. തുടർന്നും ഈ നിമിഷം നിങ്ങളുടെ ഇടയിൽ പ്രാർത്ഥന ഓർക്കണം. മറ്റുള്ളവർക്കും ഈ പ്രോഗ്രാം പരിചയപ്പെടുത്തി എല്ലാവർക്കും നമുക്ക് ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ ഇങ്ങനെയുള്ള ഒരു അവസരം ഉണ്ടാകാൻ തക്കവണ്ണം പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. വീണ്ടും കർത്തദാസൻ ഉള്ളോടുള്ള സ്നേഹത്തെയും നന്ദി അറിയിക്കുകയാണ്. ഇതുപോലുള്ള അവസരങ്ങളിൽ കടന്നു വന്ന് സാക്ഷ്യം, ദൈവത്തിന്റെ സാക്ഷ്യം, ദൈവത്തിന്റെ വചനവും ഇനി തരുവാൻ വേണ്ടി ധാരാളം കാര്യങ്ങളുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളും ഓർക്കുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. അറ്റ്ലാന്റയിലുള്ള തോമസ് അബ്രാമച്ചൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്നിച്ച് ഈ സൂം മീറ്റിങ്ങിൽ കൂടി വരുവാനും കർത്താവെ നിന്റെ വിലയേറിയ വചനം കേൾക്കുവാനും നിന്റെ ദാസന്റെ സാക്ഷ്യം കേൾക്കുവാനും ഒക്കെ അവിടുന്ന് സഹായിച്ചതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കാൽവറി നാദമെന്ന ഈ പ്ലാറ്റ്ഫോമിലൂടെ കഴിഞ്ഞ നാളുകളിൽ അനേക ദൈവ മക്കളുടെ സാക്ഷ്യങ്ങളും പ്രബോധനങ്ങളും കേൾക്കുവാൻ കർത്താവിടയാക്കി തുടർന്നും സഹായിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ കൃപകളെ ഓർത്ത് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ഈ പ്രവർത്തനത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നിന്റെ സഹോദരന്മാരായ സന്തോഷ് ബ്രദറിനെയും റോയ് ബ്രദറിനെയും അവിടുത്തെ കരങ്ങൾ പരമേൽപ്പിക്കുന്നു. ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപകളും വരുന്ന നാളുകളിൽ അവർക്ക് ധാരാളമായി നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനോഹരമായ 2 ഗീതങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസം പകരുന്നത് പാടുവാൻ തക്കവണ്ണം ബലപ്പെടുത്തി ആ സഹോദരൻ ജെയിംസ് കൊടുന്തറയെ കർത്താവിന്റെ കൃപയിൽ സൂക്ഷിക്കുകയും ആവശ്യമായ കൃപ വരുന്ന നാളുകളിൽ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അനേകർക്കും തന്റെ ആ ആത്മിക ശുശ്രൂഷ ഫലകരമായി തീരുവാൻ, അനുഗ്രഹമായി തീരുവാൻ വരുന്ന നാളുകളിൽ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങള് സഹോദരൻ ഇവാഞ്ചലിസ്റ്റ് പ്രമോദ് തോമസിന്റെ ആ പ്രബോധനം കേട്ടു. തന്റെ സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് കേൾക്കുവാനിടയായി. താന് കർത്താവിനായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തന്റെ പ്രവർത്തനങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, കൂടുതൽ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആദിവാസികളുടെ ഇടയിൽ താൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പുസ്തക രചനയിലും കർത്താവ് വേണ്ട കൃപ നൽകി കൂടുതൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ ധാരാളമായി നൽകി വരുന്ന ആളുകളിൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, താൻ്റെ വചനാശുശ്രൂഷയിലൂടെ ഞങ്ങൾക്ക് ഇന്ന് സന്തോഷം അനുഭവിപ്പാൻ, സംതൃപ്തിയിൽ കർത്താവിനെ കാണുവാൻ ഇടയാക്കി. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ക്രിസ്തീയ ആ ജീവിതത്തിലെ സംതൃപ്തിയുടെ വ്യാപ്തി എത്രത്തോളമെന്ന് കർത്താവെ ഞങ്ങളെ കേൾപ്പിച്ചു. അത് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഓർത്തുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തി അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം വരുന്ന നാളുകളിൽ കഴിപ്പാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നാമതായിട്ട് ഞങ്ങൾക്ക് സംതൃപ്തിയുള്ളത് ഞങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു എന്നുള്ളതാണ്. കർത്താവെ, നീ ഞങ്ങൾക്കായിട്ട് നിന്റെ പുത്രനെ തന്ന് പുത്രനിൽ കൂടി ഞങ്ങൾക്ക്
നൽകിയിരിക്കുന്ന വിലയേറിയ വീണ്ടെടുപ്പിനായിട്ട് സ്തോത്രം. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ ഞങ്ങളുടെ പേര് എഴുതുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളോട് കാണിച്ച മഹാകരുണയും കൃപയും ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. കർത്താവെ, ദൈവവചനം ഞങ്ങളെ ആശ്വസിപ്പിച്ച് വഴി നടത്തുമ്പോൾ ആ വചനത്തിലുള്ള സംതൃപ്തി വരുന്ന നാളുകളിൽ അനുഭവിച്ചു ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടുവിശ്വാസികളുമായിട്ടുള്ള ആ കൂട്ടായ്മ ബന്ധത്തിൽ ഞങ്ങൾക്കുള്ള സംതൃപ്തിയെ ഓർത്ത് ഞങ്ങൾ തിരുനാമത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവ് ഞങ്ങൾക്ക് തന്ന അവിടുത്തെ സമാധാനം അത് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ആകുന്നു എന്ന് ഞങ്ങൾ കേൾപ്പിച്ചു. അതിനേക്കാൾ അപ്പുറമായ ഒരു സമാധാനം ഈ ലോകത്തിൽ നിന്ന് ലഭിക്കുകയില്ല. കർത്താവ് തന്നേച്ചു പോയ സമാധാനം അത് എത്ര വിലയേറിയതെന്ന് കണ്ടുകൊണ്ട് ആ സമാധാനത്തിൽ സംതൃപ്തരായി തീരുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. കർത്താവെ, അവിടുന്ന് ഞങ്ങളെ ശക്തനാക്കുന്ന ദൈവമാകയാൽ അത് മതി ഞങ്ങളുടെ സംതൃപ്തിക്ക് കാരണം. സകലത്തിലും അവിടുന്ന് മതിയായ ദൈവമാണ്. ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന ദൈവം. ദിനംതോറും ഞങ്ങൾക്ക് പുതിയ കൃപകൾ തന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു കർത്താവേ. യേശു ക്രിസ്തുവിന്റെ കൃപ ഞങ്ങളെ നടത്തുന്നു. നിന്റെ കൃപ, എന്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞതുപോലെ അവിടുത്തെ കൃപ ധാരാളമായി ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ് ഞങ്ങളെ ഈ ലോകത്തിൽ നടത്തുന്ന അവിടുത്തെ കരുണകൾക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ഏതാവശ്യവും പൂർണ്ണമായിട്ട് സ്വർഗത്തിലെ ധനത്തിനൊത്തവണ്ണം അവിടുത്തെ മഹത്വത്തിനൊത്തവണ്ണം തന്ന് ഞങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന അവിടുത്തെ കരുണയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവ് ഒടുവിലായിട്ട് കർത്താവ് വരുന്നു എന്നുള്ള ആ വലിയ പ്രത്യാശ, ജീവനുള്ള പ്രത്യാശ, അത് ഓർത്ത് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. കർത്താവ് വേഗം വരും. സകല ബുദ്ധിമുട്ടുകളുടെയും മുമ്പിൽ ഞങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് കർത്താവിന്റെ വരവാണ്. അവിടുന്ന് വേഗം വരുന്നു എന്നുള്ള വാഗ്ദത്തത്തെ ഓർത്ത് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. മനോഹരമായ ചിന്തകൾ ദൈവവചനത്തിൽ നിന്ന് അത് വ്യാഖ്യാനിച്ച് അത് വിളമ്പി കൊടുക്കുവാൻ തക്കവണ്ണം നിന്റെ ദാസന് സഹായിച്ചു. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വരുന്ന നാടുകളിലും കർത്താവെ, ദൈവജനത്തിന്റെ പ്രയോജനമുള്ളവനായിട്ട് ദൈവവചന ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരുവാനും ദൈവ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ജീവിപ്പാനും അവിടുന്ന് സഹായിക്കണമേ. തന്റെ പ്രവർത്തനങ്ങളിലെല്ലാം കർത്താവ് അവനെ സഹായിച്ച് ഫലം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്നെയും തന്റെ കുടുംബത്തിനും ആവശ്യമായ എല്ലാ കൃപകളും നൽകി സഹായിക്കണം. അവിടുത്തെ നാമം അതിൽ കൂടി മഹത്വപ്പെടുത്തണം. ഇത് കൂടി വന്ന എല്ലാ വിശുദ്ധന്മാർക്കായിട്ടും സ്തോത്രം, എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം. അവരും അനുഗ്രഹിക്കപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രവർത്തനത്തെ കൂടുതൽ അനുഗ്രഹമാക്കി തീർക്കണമേ. അവിടുത്തെ നാമം അതിൽ കൂടി മഹത്വപ്പെടുത്തണമേ. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന് ഞങ്ങളെ രക്ഷിച്ച ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ അതിമഹത്വമുള്ള നാമത്തിൽ അടിയങ്ങൾ താഴ്മയോടെ യാചിക്കുന്നു. കരുണ തോന്നി കേൾക്കുമാറാകണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടിയും വിശേഷാൽ വചനം ശുശ്രൂഷിച്ച അവിടുത്തെ ദാസന്റെ മേലും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.